Welcome to Annie's Kitchen and you're watching Annie's Kitchen with Annie. നമ്മൾ സാധാരണഗതിയിലെ റെസ്റ്റോറൻറ്റ്സിലൊക്കെ പോകുമ്പോഴത്തേക്ക് നമ്മൾ മിക്കപ്പോഴും ഓർഡർ ചെയ്യുന്നത് ഒന്നെങ്കിൽ ചൈനീസ് അല്ലെങ്കിൽ നമ്മുടെ സൗത്ത് ഇന്ത്യൻ ഡിഷസ് ആയിരിക്കും. അതായത് ചിക്കൻ കറി, ചിക്കൻ അങ്ങനെ എന്തെങ്കിലും നമ്മൾ സ്ഥിരം കഴിക്കുന്ന ഒരു സാധനമായിരുന്നു. പക്ഷേ അതിനെക്കാട്ടിലും ഞാനൊരു ഡിഫറെൻ്റ് ആയിട്ടൊരു കാര്യം പറഞ്ഞുതരാം. നിത്യം കഴിക്കുന്നതെന്ന് ഒരു വ്യത്യാസമായിട്ട് റെസ്റ്റോറൻറ്റിൽ പോകുമ്പം ഓർഡർ ചെയ്യേണ്ടത് ഏറ്റവും കൂടുതൽ പഞ്ചാബി കറീസാണ്. പഞ്ചാബി കറീസിന് എന്താ വെച്ചാൽ ഒരു രുചി ഒരു അല്പം കൂടുതലാണ്. എനിക്ക് ബേസിക്കലി പഞ്ചാബി കറീസസ് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ അതിനകത്ത് കുറച്ച് ഫാറ്റ് കണ്ടൻറ്റ് കൂടുതലാണ്. അവർ നെയ്യ് അതൊക്കെ ഒരുപാട് ഉപയോഗിക്കുന്നതാണ്. ഇതിന് ചേരുന്നത് ഫാറ്റ് കണ്ടൻറ്റ് വെച്ച് പഞ്ചാബീസ് ഒരുപാട് വർക്കൗട്ട് ചെയ്യും. നമ്മുടെ മലയാളികളെ പോലെ അല്ല. പക്ഷെ മലയാളികൾ വർക്കൗട്ട് ചെയ്യുന്നില്ല എന്ന് ഞാൻ ഒരിക്കലും പറയുകയല്ല. എന്നാലും കമ്പാരറ്റീവ്ലി നമ്മളൊരു ഇച്ചിരി കുറവാണ്. ഇവരിച്ചിരി നല്ലതായിട്ട് വർക്ക് ചെയ്യും. അതുകൊണ്ട് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഡിഷിൻ്റെ പേരെന്നാണെന്നറിയോ? പഞ്ചാബി ചിക്കൻ കറി. ഈ പഞ്ചാബി ചിക്കൻ കറിക്കും വലിയ വ്യത്യാസമൊന്നുമില്ല. നമ്മുടെ അതേ കാര്യങ്ങളാണ്. പക്ഷേ ഇതിനകത്ത് കുറച്ച് ഡിഫറൻസ് വരുന്നത് എന്നാന്ന് വെച്ചാൽ അവർ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് ഒരു ടേസ്റ്റ് ഡിഫറെൻ്റ് ആവാൻ വേണ്ടിയിട്ടായിരിക്കുമോ അതെന്നെയൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ ഈ ഒരു കറി ഞാൻ കഴിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഇഷ്ടമാകുമ്പോഴത്തേക്ക് എത്രയായാലും ഞാൻ ഏതൊരു ഹോട്ടലിൽ പോയിട്ടും എന്നാ ഒരു കറി കഴിച്ചാൽ, ഈവൻ ഒരു സാധാ ഒരു മീൻകറി കഴിച്ചാൽ പോലും ഉണ്ടല്ലോ, ഞാൻ അതിന് ആ ചെഫിനെ വിളിച്ചേച്ച് അല്ലെങ്കിൽ അവരുടെ അടുക്കളയിൽ പോയേച്ച് എന്നതേലും എങ്ങനെ ആയാലും ഞാൻ അതിൻ്റെ ആ റെസിപ്പി ഒന്ന് ചോദിക്കുവേ. അന്ന് ഞാൻ ചോദിച്ച ഒരു റെസിപ്പി ആണെന്നു ഞാൻ പഠിച്ചു. അന്നേച്ച് വീട്ടിൽ വന്ന് ട്രൈ ഔട്ട് ചെയ്തപ്പോൾ നല്ലതായിരുന്നേ. അതുകൊണ്ട് ഇന്ന് ഞാൻ പഠിച്ച ഒരു റെസിപ്പി ആകുമ്പോൾ എൻ്റെ പ്രേക്ഷകരോട് ഞാൻ പറഞ്ഞില്ലേ മോശമല്ലേ? അല്ലേ തന്നെ നമ്മളെല്ലാവരും ഒന്നല്ലേ? അന്നേരം നമുക്ക് ഞാൻ പഠിക്കുന്ന ഏതൊരു റെസിപ്പി ആണെങ്കിലും എൻ്റെ പ്രേക്ഷകരും അതിൻ്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നാ സന്തോഷമാണ്. അപ്പോൾ ഇന്ന് എന്നാ വേണ്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വെജിറ്റബിൾ ഓയിലും വേണ്ട, ഈ പറഞ്ഞ കൂട്ട് വെളിച്ചെണ്ണയും ഒന്നുമല്ല, അവർ ചെയ്യുന്നത് നെയ്യിലാണ്. അതുകൊണ്ട് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നതും നെയ്യിലാണ്. കുറച്ച് ഫാറ്റാണ്, പക്ഷെ രുചിയുടെ കാര്യത്തിൽ നോ കോംപ്രമൈസ്, നല്ല ടേസ്റ്റുള്ള സാധനമാണ്. ഇനി അഥവാ നമുക്ക് എന്നതേലും ഒക്കെ നമ്മുടെ ദേഹത്തല്ലേലും എന്നാ പറയുക, നെയ്യ് കൂട്ടാൻ മേലാത്ത എന്നതേലും ഒരു അസുഖം പോകേണ്ട, അയ്യോ നെയ്യ് കഴിക്കാൻ ഒക്കിയല്ല എന്ന് പറയുവാന്നേ മാത്രം നമുക്കിതിനകത്ത് വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചേച്ച് ലാസ്റ്റ് നമ്മൾ ചിക്കൻ വാങ്ങാൻ നേരം ഉണ്ടല്ലോ ഒരു 3-4 തുള്ളി നെയ്യ് അങ്ങോട്ട് ഒഴിച്ച് ഒന്ന് ചൂടാക്കിയേച്ച് അങ്ങ് വാങ്ങിയേച്ചാൽ മതി. അല്ലേലും ഒഴിക്കണം. മറ്റേ ഒരുപാട് നെയ്യ് കൂട്ടാൻ പറ്റാത്തവരാന്നേൽ ലാസ്റ്റ് വാങ്ങാൻ നേരം ഒരു ഇച്ചിരി നെയ്യ് ഒഴിച്ച് വാങ്ങിയേച്ചാൽ മതി. എന്നാൽ ആ ടേസ്റ്റ് അതേപോലെ നമുക്ക് സസ്റ്റെയിൻ ചെയ്യാൻ നോക്കുവേ. ഇനി അതിന് വേണ്ടി ചേരുവകൾ എന്നാന്ന് നോക്കിക്കോ. കുറച്ച് നെയ്യ് വേണം, ഇഞ്ചി വേണം, വെളുത്തുള്ളി വേണം, പച്ചമുളക് വേണം, മഞ്ഞപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, തൈര് വേണം, ചോളം വേണം, അത് വേവിച്ച് വെച്ച ചോളമായിരുന്നു. പിന്നെ കുറച്ച് ക്യാപ്സിക്കം, ടൊമാറ്റോ രണ്ടും, ഒന്ന് അരച്ചെടുത്തതും ഒന്ന് അരിഞ്ഞതും. എന്നാത്തിനാണെന്നറിയാവോ? നമ്മുടെ കറിക്ക് ഒരു കൊഴുപ്പ് കൂട്ടാനാണ്. പിന്നെ ഇതിനകത്ത് നമ്മൾ ചേർക്കാതെ പോകുന്ന ഒരൊറ്റ കാര്യമേ ഉള്ളൂ, ഉള്ളി ഇല്ലാത്തതുകൊണ്ടായിരുന്നു. നമ്മൾ ടൊമാറ്റോ അരിഞ്ഞതുകൊണ്ട്, അരച്ചതുകൊണ്ട്, ഇത് പോരാഞ്ഞിട്ട് തൈരുമുണ്ട്. അപ്പോൾ ചേർക്കുമ്പം നമ്മുടെ ചിക്കൻ ആ ഒരു പുളിപ്പ് ഒരുപാട് മുന്നേ വന്ന് നിൽക്കാത്ത രീതിയിൽ വേണം ഇത് മൂന്നും ബാലൻസ് ചെയ്ത് ചേർക്കാനായിട്ട്. പിന്നെ നമുക്ക് വേണ്ടിയത് കുറച്ച് മല്ലിയില. ഇത് സാധാ ചിക്കനാണ്. 1 കിലോ ചിക്കൻ എന്ന് പറയുമ്പം നമ്മൾ 4 ടൊമാറ്റോയാണ് കണക്കാക്കേണ്ടത്. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ആണെങ്കിൽ 1.5 ടീസ്പൂൺ വീതവും ആയിടണ്ടേ. ഇത് ടെൻഷൻ പിടിക്കേണ്ട, നമുക്കിപ്പോൾ ചെയ്ത് കാണുമ്പോഴത്തേന് തന്നെ നമുക്ക് അറിയാൻ ഒക്കുള്ളേ. എപ്പോഴാന്നേലും നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ ആന്നേ പോലും നമ്മളൊരു കേട്ട് പഠിക്കുന്നതിനെക്കാട്ടിലും നമ്മൾ എന്നാ പറയുക, ഒരു എഴുതി പഠിച്ചാൽ ഒരുപാട് കുറച്ചുകൂടെ തലേ കയറുന്നു പറയും എന്ന് പറഞ്ഞ പോലെ ഞാൻ പഠിച്ചെടുത്തതാന്നു. ഇപ്പം നമുക്ക് ആദ്യം എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ആദ്യം നമ്മുടെ എന്നാ പറയുക, ഒരുപാട് ഉള്ളിയൊന്നും ഇല്ലാത്തതുകൊണ്ട് നെയ്യ് ഒത്തിരി ഒഴിക്കേണ്ട. എന്നാൽ നമുക്ക് ഈ എന്നാ പറയുക, ടൊമാറ്റോ പ്യൂരയും ഉണ്ട്, ടൊമാറ്റോയും ഉണ്ട്. ഇതെല്ലാം വഴന്ന് അതിനകത്തോട്ട് അങ്ങ് എന്നാ പറയുക തിക്ക് ഗ്രേവി ആയിട്ട് മാറണം. അതിനു വേണ്ടി വഴലാനുള്ള നെയ്യ് നമ്മൾ ഇതിനകത്ത് ചേർക്കണേ. അപ്പം ഞാനിപ്പോൾ ചേർക്കാൻ പോകുന്നത് ഒരു 2 നിറച്ച് ടേബിൾ സ്പൂണാണ്. അന്ന് വെച്ചാൽ നെയ്യ് നല്ലതായിട്ട് ചൂടായി കഴിയുമ്പോൾ ഒരു 1.5 ടീസ്പൂൺ വെളുത്തുള്ളിയും ഒരു 1.5 ടീസ്പൂൺ ഇഞ്ചി ഒരു ഇച്ചിരി കുറഞ്ഞാലും വെളുത്തുള്ളി കുറയണ്ട. ഇതിനകത്തോട്ട് ഒരു 2 ടീസ്പൂൺ നിറച്ചാണ് വെളുത്തുള്ളി,
എന്നിട്ട് ഒരു 1.5 ടീസ്പൂൺ ഇഞ്ചി, ഇത് ആദ്യം ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഇത് ആദ്യം ഒന്ന് ഇച്ചിരി മൂക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. അല്ലെങ്കിൽ അതിൻ്റെ എന്നാ പറയുക വെളുത്തുള്ളിയുടെയൊക്കെ ഒരു ചുവയുണ്ടല്ലോ അതങ്ങ് മുന്നേ വരുവേ. നമ്മൾ ആ ചിക്കൻ കറി കഴിക്കുമ്പോഴൊക്കെ ചിക്കൻ്റെ ടേസ്റ്റ് പോരുകയില്ല. അതിന് വരാന്നേലും വെളുത്തുള്ളി ഇങ്ങനെ മുന്നേ നിൽക്കും, മൂക്കാതെ നിൽക്കുമ്പോഴത്തേക്ക്. മറ്റേ മൂത്ത് കഴിഞ്ഞാൽ ആ ചുവയൊന്നും വരികയില്ല. ഇതൊരിച്ചിരി നല്ലതായിട്ട് മൂക്കാൻ അധികം നേരം ഒന്നും എടുക്കുകയില്ല. ഇത് തന്നെ കുഞ്ഞായിട്ടല്ലേ അരിഞ്ഞേക്കുന്നത്. അതല്ല ചതച്ചിടണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം, പേസ്റ്റ് ആക്കി ഇടണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. നമ്മൾ ഏത് കറി വെക്കുമ്പോഴും വെളുത്തുള്ളി, ഇഞ്ചി, ടൊമാറ്റോ, സവാള ഇതെല്ലാം ഉണ്ടല്ലോ അരിയുന്നതിന് പകരം അരച്ച് ചേർക്കുവാന്നേൽ നമ്മുടെ ഗ്രേവിക്ക് തിക്നെസ് കൂടും. അപ്പോൾ എക്സ്ട്രാ പിന്നെ നമുക്കൊന്ന് ചാറ് ഇങ്ങനെ വെള്ളം പോലെ ആയിപ്പോയി എന്നൊന്നും തോന്നുകയില്ല. അരച്ച് ചേർത്തേച്ചാൽ മതി. നമ്മൾ എത്ര ഉള്ളി ആ ചിക്കന് വേണ്ടിയെന്ന് വെച്ചാൽ അത്രയും ഉള്ളി മിക്സിയിൽ അങ്ങ് അരച്ച് ചേർക്കാം. മുഴുവൻ പേസ്റ്റ് പോലെ ഒന്നും അരയണ്ട. ഇച്ചിരി ഇച്ചിരി തരി കടന്നാലും കുഴപ്പമൊന്നുമില്ല. അരഞ്ഞാൽ തിക്നെസ് കൂടും. പിന്നെ ഇതിനകത്തോട്ട് ഇത് മൂത്ത് കഴിഞ്ഞേ നമുക്ക് എത്രയാണെന്നു ഈ പറഞ്ഞ കൂട്ട് എരിവ് വേണ്ടതെന്ന് വെച്ചാൽ അത് കണക്കാക്കി പച്ചമുളക് ഇടണം. ഇതിൻ്റെ കൂട്ടത്തിൽ ഇടാൻ പോകുന്നത് മുളക് പൊടി മാത്രമേ ഉള്ളൂ. അപ്പം അതിൻ്റെ കുരുമുളകോ അങ്ങനെ ഒന്നുമില്ല. അതുകൊണ്ട് ഞാൻ എന്നാ ചെയ്യാൻ പോവാം, ഒരു 3-4 പച്ചമുളക് നമ്മൾ അരിഞ്ഞാൽ എന്തോരം കിട്ടും അത് കണക്കാക്കി ഞാൻ ഇട്ടേക്കുവാണേ. ഇതൊന്ന് ഇട്ട് കഴിഞ്ഞാൽ ഇതിനൊന്നും അധികം നേരം വേണ്ട. കുറച്ച് ടൊമാറ്റോ ഇടുക. 1 കിലോ ചിക്കൻ ആണെങ്കിൽ 4 ടൊമാറ്റോയാന്നു കണക്ക്. അതനുസരിച്ച് വേണം നമ്മൾ അരിഞ്ഞു വെക്കാനും അരയ്ക്കാനുമേ. അതായത് 2 ടൊമാറ്റോ അരച്ചോ 2 ടൊമാറ്റോ അരിഞ്ഞിടുകയോ അല്ലെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് എളുപ്പം ഏതാന്ന് തോന്നുന്നതെന്ന് വെച്ചാൽ അതുപോലെ ചെയ്തോ, ഒരു കുഴപ്പമില്ല. ടൊമാറ്റോ പ്യൂരിയൊക്കെ നമ്മൾ വെളിയിൽ നിന്ന് മേടിക്കുവാന്നേൽ ആലോചിച്ചോണം, ആ ക്യാനിനകത്തുള്ള ടൊമാറ്റോ പ്യൂരി ആന്നേൽ ഒരു ഇച്ചിരി പുളിപ്പ് മുന്നേ നിൽക്കുന്നതാന്നേ. അന്നേരം ടൊമാറ്റോ ചേർക്കുമ്പോഴത്തേക്ക് അതൊന്ന് ശ്രദ്ധിച്ചോണം. ഞാൻ ടൊമാറ്റോ ഇട്ടു, ടൊമാറ്റോ പ്യൂരി ഒഴിച്ചു. അപ്പം അത് പകുതിയോളവും അതിൻ്റെ വെള്ളമെല്ലാം പറ്റിയിട്ടുണ്ട്. ഇനി എനിക്ക് ആ പകുതി വെള്ളം വേണം. എന്നാത്തിനാണെന്നറിയാവോ? നമ്മുടെ ആ പൊടിയെല്ലാം ഒന്ന് ചേർക്കാനാണ്. അല്ലെന്നുണ്ടെങ്കിലുണ്ടല്ലോ ആ പൊടി, ഞാൻ എപ്പോഴും പറയുകയല്ലേ പൊടി വേവുകയില്ലാന്ന്. അതുകൊണ്ട് നമുക്ക് ഇപ്പം ഇച്ചിരി ആ പൊടി അങ്ങ് ചേർത്തേക്കാം ആ വെള്ളത്തിൻ്റെ കൂട്ടത്തിൽ. എന്ന് പറഞ്ഞ പോലെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുക. മല്ലിപ്പൊടി 1 കിലോയ്ക്ക് ടീസ്പൂൺ കണക്കാന്നേൽ 4 ടീസ്പൂൺ. ടീസ്പൂണാണേ, വലുതായിട്ട് എടുക്കല്. ഇതേ കൂട്ട് തന്നെ മുളക് പൊടിയാന്നു. പച്ചമുളക് മാത്രമേ ഉള്ളൂ അതിന് എരിവേ. കാശ്മീരി മുളക് ആയതുകൊണ്ടാന്നു ഞാൻ ഇതിനെ 4 ടീസ്പൂണൊക്കെ ഇടുന്നത്. അതല്ല സാധാ മുളക് പൊടിയാണെങ്കിൽ 2 ടീസ്പൂൺ ഇട്ടേച്ചാൽ മതി. ഇതിൻ്റെ കൂടെ 1 ടീസ്പൂൺ ഗരം മസാല. നമ്മൾ ഏത് സ്പൂണാണോ ഉപയോഗിക്കുന്നത് ആ സ്പൂണിന് തന്നെ 4 അങ്ങ് ചേർക്കുക. പൊടി ചേർത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആ വെള്ളമൊക്കെ ഒന്ന് പെട്ടെന്ന് പൊടിയെ കയറി അങ്ങ് ബൈൻഡ് ആവുവേ. ഇനി ഈ സമയത്ത് നമ്മൾ സാധാരണ ഗതിയിൽ എണ്ണ തെളിയാൻ വേണ്ടിയിട്ട് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. പക്ഷേ ഇപ്പം ഞാൻ വെള്ളം ഒഴിക്കുകയില്ല. അതിന് പകരം എന്നാ ചെയ്യാൻ പോകുന്നതെന്നറിയാവോ? ഒരു ഇച്ചിരി തൈര് ഒഴിക്കാൻ പോവുക. 1 ടേബിൾ സ്പൂണോളം തൈര് ഒഴിച്ചോ. പക്ഷെ തൈര് ഒഴിക്കുമ്പോൾ നമ്മൾ വീട്ടിലുറയിൽ ഒഴിക്കുന്ന ആന്നേൽ ഇച്ചിരി പുളി കാണുവേ. അതല്ല പുളി ഇല്ലാതെ ആണെങ്കിൽ 1 ടേബിൾ സ്പൂൺ നല്ല കട്ടി തൈര് ഒഴിച്ചു. നിറച്ച് 1 ടേബിൾ സ്പൂൺ വേണമെന്നുണ്ടെങ്കിൽ ചേർത്തേച്ചാൽ മതി. കാര്യം എന്നാ ആ നമ്മുടെ തക്കാളി എല്ലാം പുളിയാണ്. അതുകൊണ്ട് അത് നോക്കിയും കണ്ടേച്ച് വേണം 2ാമത് ചേർക്കാൻ. തൈര് ചേർത്തിരിക്കുന്നതുകൊണ്ടുണ്ടല്ലോ പെട്ടെന്നൊന്നും നമുക്ക് കട്ടി തൈരായതുകൊണ്ടും. ഇപ്പം ഞാൻ കട്ടി തൈരാ ചേർത്തേക്കുന്നത്. അപ്പം ഞാൻ വിചാരിച്ച എന്നാന്നറിയാമോ, ഒരു ഇച്ചിരി ആ എണ്ണ അങ്ങോട്ട് തെളിഞ്ഞു വരുമെന്ന്. പക്ഷേ ഇപ്പം നമ്മൾ ചേർത്ത പൊടി എല്ലാം കൂടെ ഉണ്ടല്ലോ അത് ആ തൈരയിലും കയറി പിടിച്ചേക്കുക.
എണ്ണ തെളിയേല. അന്നേരം എന്നാ ചെയ്യും, ഞാനൊരു ഇച്ചിരി വെള്ളം ഒഴിക്കുക, ഇതേ കൂട്ട് നിങ്ങളും വെള്ളം ഒഴിച്ചോ, അന്നേരം പെട്ടെന്ന് എണ്ണ തെളിഞ്ഞോളും. അതിനെ ഒരു നമ്മുടെ ആ അരപ്പെല്ലാം കൂടെ ഉണ്ടല്ലോ, ഒരു എന്നാ പറയുക, ഒരു സെമി ആക്കണം. അന്ന് വെച്ച് തീ അങ്ങോട്ട് നല്ലതായിട്ട് കൂട്ടുക. പൊടി ഇടുമ്പോൾ എപ്പോഴും മുഖത്തോണം തീ അങ്ങോട്ട് സിമ്മേ വെച്ചേക്കണം, ഇല്ലെന്നുണ്ടെങ്കിൽ പൊടി പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോവേ. ഇനി നമ്മൾ ഒഴിച്ച ആ നെയ്യുണ്ടല്ലോ സൈഡിലൊന്ന് നല്ലതായിട്ട് തെളിഞ്ഞു വരണം. അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ അരപ്പ് മൂത്തില്ല എന്നാണ് കണക്ക്. അതുകൊണ്ട് നല്ലതായിട്ടെന്ന് പറഞ്ഞാൽ ആ തൈരിലെ വെള്ളവും ഉള്ള വെള്ളമൊക്കെ ഒന്ന് നല്ലതായിട്ടൊന്ന് പറ്റിയേച്ച് ആ ഉള്ള നെയ്യൊക്കെ ഒന്ന് അറ്റത്ത് ഇങ്ങനെ തെളിഞ്ഞു വരണേ. നോക്കിയേ, ഞാൻ ആ പൊടിയെല്ലാം ചേർത്തേച്ച് ടൊമാറ്റോയും എല്ലാം ചേർത്തേച്ച് നമ്മൾ എങ്ങനെ അത് ചേർത്ത് ടൊമാറ്റോ ഇങ്ങനെ പ്രത്യേകം കിടക്കുമല്ലായിരുന്നോ? അന്നേരം ഇപ്പം നോക്കിയത് ശരിക്കും ഒരു തിക്ക് ഗ്രേവി ആയതിൻ്റെ കൂട്ട് തന്നെയാണ്. എന്നുവെച്ചാൽ ആ നെയ്യ് എല്ലാ മസാലയിലൊന്ന് മുരിഞ്ഞു വരുന്നുണ്ട്. ഇപ്പം തന്നെ നമ്മുടെ ആ മസാലയ്ക്ക് നല്ലൊരു മണം തന്നെ ഉണ്ട്. നെയ്യിൽ എന്നാ നമ്മൾ ഉണ്ടാക്കുവാന്നേലും നല്ല ടേസ്റ്റാണ്. നമ്മൾ ചുമ്മാ വീട്ടിലൊരു മീൻ വറക്കുമ്പോൾ തന്നെ ഉണ്ടല്ലോ, വെളിച്ചെണ്ണയിലല്ലേ വറക്കുന്നത്, അന്നേരം അതിനകത്തോട്ട് 1-2 തുള്ളി നെയ്യ് ഒഴിക്കുവാന്നേൽ ഭയങ്കര മണമാന്നു. ആ മീൻ വറക്കുന്നതിന് ഭയങ്കര ടേസ്റ്റും കൂടിയാണ്. അതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. പക്ഷേ ഈ പറഞ്ഞ കൂട്ട് എല്ലാം നമ്മുടെ ദേഹത്തോട്ടാണ് പോകുന്നത്. നമ്മൾ ഹെൽത്ത് നോക്കിയില്ല എന്നുണ്ടെങ്കിൽ അതും കുഴപ്പമാവും. 2 കാര്യവും ഞാൻ പറയുക. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞെന്നും പറഞ്ഞുകൊണ്ടാണ് കുഞ്ഞെ ഞാൻ കഴിച്ചേ എന്നുവെച്ചാൽ എനിക്ക് ഈ കണ്ട അസുഖമെല്ലാം വന്നെന്നും പറഞ്ഞുകൊണ്ട് എന്നെ നാളെ ചീത്ത വിളിച്ചേക്കരുത്. ഉള്ള കാര്യം പറഞ്ഞത് രുചിയുടെ ഒരു കാര്യം പറയുമ്പോൾ ഞാൻ എല്ലാം പറയണമല്ലോ, അതുകൊണ്ടാട്ടോ. പിന്നെ നമ്മൾ ഇനി നെക്സ്റ്റ് ഇതിനകത്തോട്ട് ചേർക്കാൻ പോകുന്നത് അരപ്പെല്ലാം മുരിഞ്ഞു കഴിഞ്ഞ് ചുറ്റിനും ആ നെയ്യ് അങ്ങോട്ട് തെളിഞ്ഞു വരാൻ പോവുക. ഇനി ഇതിനകത്തോട്ട് ഞാൻ എൻ്റെ ചിക്കൻ ചേർക്കുക. ചിക്കന് ആ അരപ്പെല്ലാം നല്ല അസലായിട്ട് ചിക്കനേലോട്ടൊന്ന് പിടിക്കട്ടെ. ഇത് നല്ലൊരു കറിയായി വരുമ്പോണ്ടല്ലോ, ഇത് ഇച്ചിരി സ്പൈസി ആന്നു, എന്നാൽ അത്രയും സ്പൈസി അല്ല കേട്ടോ. പക്ഷേ ഇത് നല്ലൊരു കറിയായി ആ ഒഴിച്ച നെയ്യൊക്കെ ഒന്ന് നല്ലതായിട്ട് തെളിഞ്ഞു വന്ന് കഴിയുമ്പം നല്ല ചൂട് നാണ് അല്ലെങ്കിൽ ഒരു ബറോട്ട അല്ലെങ്കിൽ ചപ്പാത്തി ഇതൊന്നും കിട്ടിയില്ലെങ്കിൽ ഒരു നല്ല ബട്ടൂരയും ഒച്ചിരി ഉള്ളിയും സൈഡിൽ വെച്ചേച്ച് ഒണിയൻ റിങ്സും കൂടെ സൈഡിൽ വെച്ചേച്ച് ഒന്ന് കഴിക്കാൻ വൈകുന്നേരമൊക്കെ കഴിക്കാനായിട്ട് ഏറ്റവും സ്വാദമുള്ള ഒരു ഭക്ഷണം കേട്ടോ. ഇതിൻ്റെ കോമ്പിനേഷൻ ഞാൻ കൊടുത്തത് ശരിക്കും ഒരു ബട്ടൂരയും ഉള്ളി അരിഞ്ഞതും ഇതും കൂടിയായിരുന്നു. അപ്പ നല്ല ടേസ്റ്റാണ്. ഇതിനകത്തോട്ട് നമ്മൾ കോണില്ലേ അത് കുറച്ച് ഇടണം. കോണും അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരിച്ചിരി ക്യാപ്സിക്കം, കുറച്ച് ക്യാപ്സിക്കം വെച്ചോളൂ. എന്നത്തിനാണെന്നറിയാവോ? ലാസ്റ്റ് ഡെക്കറേറ്റ് ചെയ്യാനാന്നേ. ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് മല്ലിയിലയും. എന്നത്തിനാണെന്നറിയാമോ? അതിൻ്റെ ഫ്ലേവറും കൂടി ഇതിനകത്തോട്ട് ഇറങ്ങട്ടെ. ഇനി എന്നാ വേണ്ടിയെന്ന് വെച്ചാൽ നിറച്ച് വെള്ളം ഒഴിക്കുക. അതായത് നമ്മുടെ ചിക്കൻ വേവാനുള്ള വെള്ളം വേണം. അത് പോരാഞ്ഞിട്ട് നമുക്ക് ഗ്രേവി വേണ്ടേ, ഗ്രേവി വേണം എന്നുണ്ടെങ്കിൽ നിറച്ച് വെള്ളം ഒഴിക്കുക. എന്നിട്ട് നമുക്ക് എത്രയാ അതിൻ്റെ ചാറ് വേണ്ടിയെന്ന് നോക്കിയിട്ട് അതനുസരിച്ച് അതിനെ വറ്റിക്കുകയോ പുരട്ടിയെടുക്കുകയോ എന്നാ ചെയ്യുക. ഇതിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. നല്ലൊരു പെരണ്ട് സെമി ഗ്രേവിയിൽ വരുന്നതാണ് ഇതിന് ഏറ്റവും നല്ല ടേസ്റ്റ്. ആ എന്നാ പറയുക, ഇച്ചിരി ഒന്ന് കറുത്ത് നല്ലൊരു നെയ്യൊക്കെ ഇങ്ങനെ തെളിഞ്ഞു വന്ന് ഭയങ്കര ടേസ്റ്റാട്ടോ ഈ സാധനം. അതാന്നു അതിൻ്റെ കൺസിസ്റ്റൻസ് കറക്റ്റ്. ആ കറിയുടെ ഒരു പ്രസൻറ്റേഷൻ എന്ന് പറയുന്നത് അത്രേ കാണത്തുള്ളൂ. പിന്നെ ഇതിനകത്തൊരു കാര്യം ഇട്ടില്ല ഇതുവരെ, ഉപ്പ് ഇല്ലെന്നുണ്ടെങ്കിൽ ആ രുചിയെ പോവുകയല്ലേ. പിന്നെ ചിക്കൻ ഒന്ന് പകുതി വെന്തേച്ച് നമുക്ക് ഇട്ടേച്ചാൽ മതി കേട്ടോ. ആദ്യമേ അങ്ങ് ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അങ്ങ് ഉപ്പ് കൂടി പോയാലോ ഒന്നും ചെയ്യാൻ ഒക്കെയല്ലോ ഒന്നേന്നെ നമ്മൾ കറി ഉണ്ടാക്കേണ്ടി വരും. ഈ ചോളത്തിനകത്തൊക്കെ ഇതിൻ്റെ ആ എന്നാ പറയുക, ആ ടേസ്റ്റ് അങ്ങ് ഇറങ്ങുവേ. അന്നേരം ഭയങ്കര ടേസ്റ്റാണ്. ഞാനൊരു സെമി ഗ്രേവിക്കുള്ള ഒരു വെള്ളമേ ഇതിനകത്ത് ഒഴിച്ചിട്ടുള്ളൂ. അത് കണക്കാക്കിയിട്ട് ഇനിയിപ്പോൾ നമ്മൾ ഈ വെള്ളം തിളയ്ക്കുമ്പോൾ തന്നെ ചിക്കനേന്ന് വെള്ളം ഊറുവേ.
അതും കണക്കാക്കി നോക്കിയേച്ച് വേണം നമ്മുടെ വെള്ളം ചേർക്കാനും ഇത് പറ്റിച്ചെടുക്കാനും. എത്ര ഗ്രേവി നമ്മുടെ ഇഷ്ടം അങ്ങ് വിട്ടുകൊടുത്തേക്കൂ, അതനുസരിച്ച് നമ്മുടെ ഇതാക്കി എടുത്താൽ മതി. ഫൈനൽ എന്ന് പറയുന്നത് നമ്മൾ ആദ്യം ഒഴിച്ച നെയ്യൊക്കെ ഇതിൻ്റെ മേളിങ്ങനെ ചിക്കൻ വെന്തതിന് ശേഷം നല്ലതായിട്ട് തെളിഞ്ഞ് വരും. തിളച്ച് കഴിഞ്ഞ് ചിക്കൻ ഒന്ന് പകുതി വെന്ത് കഴിഞ്ഞാൽ സിമ്മേലെ ഇട്ടേക്കാവുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ ധൃതി കൂട്ടി പിടിച്ച് ഈ ചിക്കൻ അങ്ങ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റേ പോവും. അതുകൊണ്ട് സമാധാനപരമായിട്ട് വേണം നമ്മുടെ ചിക്കൻ ഉണ്ടാക്കാൻ. ഇതിൻ്റെ കൂടെ കോമ്പിനേഷൻ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇതൊന്നുമില്ല, വൈറ്റ് റൈസ് ചേരുകയില്ല കേട്ടോ. നമ്മുടെ ഈ അപ്പോ ആന്നേലും ചേരുകയില്ല. ഞാൻ ഈ പറഞ്ഞ കൂട്ട് ചപ്പാത്തിയോ ഭട്ടൂരിയോ അല്ലെന്നുണ്ടെങ്കിൽ പൊറോട്ട ഇതൊക്കെ ചേരത്തുള്ളൂ. അപ്പം ഞാനൊരു കാര്യം ചെയ്യാം, ഇതിന് കഴിക്കാനുള്ള കോമ്പിനേഷൻ വേറെ എന്തെങ്കിലും ഉണ്ടോ എന്നൊന്ന് കണ്ടുപിടിക്കാം. ഇറച്ചി വേവാനുള്ള സമയവും കൊടുക്കാം. ചേച്ചി ചേച്ചി എനിക്കൊന്നും ഉണ്ടാക്കി വെച്ചില്ലേ? നീ വിശന്നിട്ടായോ? ഇത് വിശക്കുന്നത് കഴിക്കാൻ വേണ്ടി മാത്രം വന്നാന്നോ? അതല്ലാതെ എന്നെ കാണാൻ വന്നല്ലേ കുഞ്ഞെ? എനിക്ക് വയ്യ. എപ്പോഴും വിചാരിക്കും എന്തായി പരിപാടിക്ക് എന്നെ മാത്രം വിളിക്കാത്ത. അത് പോട്ടെ ചേച്ചി, എനിക്ക് വിശക്കുന്നേ വല്ലോ താഴേന്നാ. അല്ലാതെ ചേച്ചി ഞാൻ വന്നേന്നൊന്ന് വിളിച്ചു പറഞ്ഞു അതില്ല. ഇതെല്ലാം പോട്ടെ. മഹേഷിന്റെ പ്രതികാരം എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് ഇതേപോലെ അലച്ചോണ്ടാ വരുന്നത്. എനിക്കിനി വിശക്കുന്നേ. വീട്ടിലും ഇങ്ങനെയാണോ കുഞ്ഞെ? ആണല്ലേ? എനിക്ക് വിശക്കുന്നേന്ന് പറഞ്ഞാണ് അവിടെ ഇരുന്നത്. എന്റെ കൂടെ ഉള്ള എല്ലാവർക്കും അറിയാം, എന്റെ വായന ആദ്യം കേൾക്കുന്ന ഒരേ ഒരു വാക്ക് ഇത് മാത്രമേ എനിക്ക് വിശക്കുന്നേ. പക്ഷെ ഒരു കാര്യം സന്തോഷമുണ്ട് കേട്ടോ, എൻ്റെ അടുക്കളയിൽ കയറി വന്നിട്ട് എനിക്ക് വിശക്കുന്നേ വല്ലോ തായേന്ന് വിളിച്ചു പറഞ്ഞാൽ ഐ എം സോ ഹാപ്പി. ഈ പറഞ്ഞോട്ട് അനിയത്തിമാരാ കൂടുതലും അങ്ങനെ അത്രയും സ്വാതന്ത്ര്യം എടുക്കുന്നത്. സോ ഹാപ്പി, താങ്ക് യു. ആ ഒരു എന്നാ പറയാ, ഒന്ന് ആ ഒരു ആറ്റിറ്റ്യൂഡിൽ കയറി വന്നതിൽ ഐ എം സോ ഹാപ്പി. പിന്നെ അപർണനെ ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ പിള്ളേരെ ഒന്നും പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. കുറച്ചുകൂടെ ഒരു കാലം കുറച്ചുകൂടെ പുറകോട്ട് ചെന്ന അങ്കിളും ആൻറ്റിമാരോ അല്ലെങ്കിൽ അമ്മമാരോ അമ്മച്ചിമാർക്കോ ഒക്കെ പരിചയപ്പെടുത്തേണ്ട കാര്യമുള്ളൂ. ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ ഫിലിമിലും എല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഒരു ഹീറോയിൻ തന്നെയാന്നു. ശരിക്കും പറഞ്ഞാൽ എനിക്കൊന്ന് അപർണയെക്കാട്ടിലും ജിൻസിയാന്ന് പറഞ്ഞു കൂടുതൽ പരിചയം എന്റെ പ്രേക്ഷകർ ആരും വിട്ടിട്ടില്ല ജിൻസിനെ. അതുകൊണ്ട് എനിക്ക് അത് വളരെയധികം സന്തോഷമുണ്ട്. താൻ ആ ക്യാരക്ടർ അത്രയും നല്ലതായിട്ട് ചെയ്യുന്നോണ്ടാ മോളെ നമ്മുടെ മനസ്സിനകത്തോട്ട് എല്ലാം അത് കേറുന്നല്ലേ. അതിനകത്ത് പാടിയിട്ടുണ്ട്. താൻ പാടിയതാ? അതെ. ഓ അത് ശരി. അത് പോട്ടെ. അതിന് മുന്നേ എന്നാന്ന് വെച്ചാൽ അപർണയുടെ അച്ഛനും അമ്മയും എല്ലാം ഭയങ്കര കലാകാരന്മാരാന്നു. അമ്മാവൻ അതെ KP ഉദയഭാനു സാറിന്റെ അനന്തരവനാണ് അച്ഛൻ. അപ്പൊ ആലോചിച്ച് നോക്കിയേ, ഞങ്ങൾ ശരിക്കും വിചാരിച്ചെന്താ അറിയോ, താൻ ഭയങ്കര പാട്ടുകാരിയൊക്കെ ആയിട്ട് ഭയങ്കര പ്ലേബാക്ക് സിംഗറൊക്കെ ആയിട്ട് വരുമെന്ന്. പക്ഷെ താൻ സ്റ്റെപ്പ് വെച്ചത് ആർട്ടിസ്റ്റിലേക്ക്. എനിക്ക് അതുവഴിയാണ് പാടാനൊരു അവസരം കിട്ടിയത്. ആക്ച്വലി മഹേഷിന്റെ പ്രതികാരത്തിൽ അഭിനയിച്ചിട്ട് അതിന്റെ ഒരു ഷൂട്ട് ഏകദേശം തീരാറായപ്പോഴാണ് ദിലീഷ് ഏട്ടൻ ഡയറക്ടർ നമുക്ക് ഇവളെ കൊണ്ട് തന്നെ ഈ പാട്ട് പാടിപ്പിച്ചാലോ എന്നുള്ളൊരു ആശയം കൊണ്ട് വരുന്നത്. അപ്പൊ ശരിക്കും പാട്ട് പഠിച്ചിട്ടുണ്ടെന്നൊക്കെ നേരത്തെ അവർക്ക് അറിയായിരുന്നു? അതോ ചുമ്മാ എന്നെ ഓഡിഷൻ ചെയ്തപ്പോ തന്നെ അവരെന്നെ പാടിപ്പിച്ചിരുന്നു. എന്റെ ടീച്ചർ വഴി ആയതുകൊണ്ട് മാമിന് അറിയായിരുന്നു എനിക്ക് ഞാൻ പാടുന്ന അറിയണോണ്ട് ചുമ്മാ പാടിപ്പിച്ചിരുന്നു. പക്ഷെ പിന്നീടാണ് ഈ ഒരു തോട്ട് വന്നതും എന്നെ കൊണ്ട് ആ പാട്ട് പാടിപ്പിച്ചത്. ഇത്രയും മതിയല്ലോ നമുക്ക്. ഇതിൽ കൂടുതലൊന്നും നമുക്ക് ഒരു കാര്യമില്ല. കാര്യം എന്താ, ചേച്ചിക്കും ബേസിക്കലി പാട്ട് ഭയങ്കര ഇഷ്ടമുള്ള കൂട്ടത്തില്ല. എനിക്കെന്നല്ല എന്റെ പ്രേക്ഷകർക്കും. അല്ലെങ്കിൽ നമ്മൾ ചുമ്മാ വർത്താനം പറഞ്ഞിട്ട് കാര്യമല്ലോ. പാട്ടെന്ന് പറയുന്ന സാധനം ഭയങ്കര ഒരു എന്നാ പറയാ, നോ വേർഡ്സ് ടു എക്സ്പ്ലെയിൻ. പിന്നെ ഡാൻസ് നല്ലോണം ചെയ്യും. അത് പക്ഷെ എന്റെ അടുക്കളയിൽ ഒക്കുകയില്ല. അതിനുള്ള തട്ടോ ഒന്നും ഇല്ല. ഈ പറഞ്ഞുകൊണ്ട് ചിലപ്പോൾ കുച്ചിപ്പൊടിയൊക്കെ എന്റെ വില തട്ടം എടുത്ത് വെച്ച് കളിച്ചാൽ അതൊക്കെ പോക്കാം. എനിക്ക് ആവശ്യമുള്ള ആ പാത്രം കൊണ്ട് ഒരു കാര്യം ചെയ്യാം. ബാക്കി വിശേഷങ്ങൾ തൽക്കാലം ഡാൻസ് വേണ്ട, ഡാൻസിന്റെ ഡീറ്റെയിൽസ് മതി. ബാക്കി വിശേഷം പാട്ട് ആർട്ടിസ്റ്റ് ആയതും എല്ലാം നമുക്ക് അവിടെ ഇരുന്ന് വർത്താനം പറയാം. ഓക്കെ, ബാബോളെ. നല്ല വിശപ്പോടുകൂടിയാ കുഞ്ഞു വന്നതെന്ന് എനിക്കറിയാം. പക്ഷെ തരേണ്ട ഒരു മര്യാദയും എനിക്കുണ്ട്. പക്ഷെ കഴിച്ചുകൊണ്ട് നമ്മൾ എങ്ങനെ വർത്താനം പറയും? അതിന് വല്ല ബുദ്ധിമുട്ടുണ്ടോ? കഴിപ്പിൽ മാത്രം കോൺസെൻട്രേറ്റ്. അതാണ്, അതെനിക്ക് ആ വിളിയില് കാര്യം മനസ്സിലായി. അതുകൊണ്ട് ഞാൻ എന്തായാലും എന്റെ അച്ഛൻ്റെ കിട്ടിയൊരു ശീലം. ഇപ്പം അച്ഛൻ വീട്ടിൽ കയറി വരുമ്പോ ഇങ്ങനെയാണോ പറയുന്നത്? എനിക്ക് കഴിച്ചോണ്ടിരിക്കുമ്പോ ഒരു ഫോൺ വന്നാൽ പോലും എടുക്കും. ആ സത്യമാണ്. നമുക്ക് ബേസിക്കലി എല്ലാരും പറയുവേ, നമ്മൾ അന്നം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ആരെങ്കിലും വന്നാൽ പോലും എഴുന്നേക്കരുത്. അന്നത്തോട് നമ്മൾ എപ്പോഴും ബഹുമാനം കാണിക്കുന്നത്. അപ്പൊ നമ്മൾ ഇപ്പൊ തന്നെ നമ്മളെ ഉപദ്രവിക്കണ്ട. നമുക്ക് വിശേഷമൊക്കെ പറയാമേ.
ഇപ്പൊ ഞാൻ എൻ്റെ പ്രേക്ഷകരോട് ആദ്യമേ പറഞ്ഞു മോള് നല്ലൊരു ഡാൻസുകാരിയാണ്, പാട്ടുകാരിയാണ്, നല്ലൊരു അഭിനേത്രിയാണ്, ഇതെല്ലാം പറഞ്ഞു. ഇത് ഞാൻ പറയണ്ട, പക്ഷെ എന്നാലും ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ പറഞ്ഞതേ ഉള്ളൂ മോളെ പറ്റി. അപ്പൊ പക്ഷെ ഇതൊക്കെ പോയിട്ട് എൻ്റെ കുറച്ച് പ്രേക്ഷകർക്ക് അറിയാം, കുറച്ച് പേർക്ക് അറിയത്തില്ല. ദാറ്റ് യു ആർ ആൻ ആർക്കിടെക്ചർ. ഓക്കെ, അപ്പൊ ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ. ഇവിടെ ഇപ്പൊ എൻ്റെ ഈ ട്രാക്ടറും കോമ്പസ് അതൊന്നും തരാനില്ല. എൻ്റെ ഇവിടെ കുറച്ച് കത്തി മുള്ളും ഒക്കെ ഉള്ളൂ. അത് അന്ന് കഴിഞ്ഞാൽ എനിക്ക് വരയ്ക്കാനും ഒക്കെയല്ല. ചേച്ചിയുടെ അടുക്കളയിൽ എന്നൊക്കെ മാറ്റം വരുത്തണം. ബിക്കോസ് ബേസിക്കലി നമ്മുടെ അടുക്കള എല്ലാവരും പറഞ്ഞത് നല്ലതാ. ബിക്കോസ് ഞാൻ ചോദിക്കാൻ കാര്യം ഇപ്പോഴത്തേക്ക് ന്യൂ ജനറേഷൻ പിള്ളേർ പഠിച്ചിറങ്ങുമ്പോൾ ന്യൂ ഐഡിയാസ് വരും. പിന്നെ ബീങ് ആൻ ആർക്കിടെക്ചർ തനിക്ക് എന്നതേലും ചേച്ചി ഇത് ഇവിടെ ഇരുന്നിരുന്നെങ്കിൽ നല്ലായിരുന്നു എന്നൊക്കെ പറയാൻ തോന്നുവേ അല്ലേ? അങ്ങനെ എന്നതേലും ഒരു മാറ്റം നമ്മുടെ ഇല്ല. എനിക്ക് ആക്ച്വലി ഈ ഒരു കോൺസെപ്റ്റ് അടുക്കള ഭയങ്കര ഇഷ്ടമാണ്. കാര്യം ഈ ഓപ്പൺ കിച്ചൺ ആവുമ്പോൾ ഇപ്പൊ ഇതുപോലെ ഒരു ഡൈനിങ് ടേബിൾ ഒക്കെ ഉണ്ടെങ്കിൽ നീ കുക്ക് ചെയ്യുന്ന ആൾക്ക് ഞാൻ പൊതുവെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അവർക്കൊരു ലോൺലിനെസ് തോന്നില്ല. പൊതുവെ ഒരു അമ്മ മാത്രമാണല്ലോ അടുക്കളയിൽ ചെന്നിട്ട് കുക്ക് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ഈ ഒരു കോൺസെപ്റ്റ് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്, ഓപ്പൺ കിച്ചൺ കോൺസെപ്റ്റ് ഒക്കെ. അപ്പോൾ എന്താന്ന് വെച്ചാൽ ഈ നമുക്ക് നല്ലോണം ഇന്ററാക്ട് ചെയ്യാം. അതെ, നല്ല ലൈവ്ലി ആയിരിക്കും. ആർക്കും അടുക്കളക്കകത്തിരിക്കുന്ന ആൾക്കൊരു അതൊരു പണിയായിട്ട് തോന്നില്ല, ഒരു എൻജോയ് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന ഒരു. അപ്പൊ എനിക്ക് ഓപ്പൺ കിച്ചൺ കോൺസെപ്റ്റിനോട് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഓക്കെ, അപ്പൊ ഞാൻ എന്റെ പ്രേക്ഷകരോട് ഒരു കാര്യം പറയാവേ. നമുക്ക് ബേസിക്കലി നമ്മൾ ഈ അമ്മമാരൊക്കെ അടുക്കളയിൽ കിടന്ന് എപ്പോഴും ജോലി ചെയ്ത് മടുത്തു പോകുന്നു എന്നൊക്കെ പറയുന്നത് ചിലപ്പോൾ ഈ ഒരു സൈക്കോയും കൂടെ കൊണ്ടായിരിക്കാം. ബേസിക്കലി ആർക്കിടെക്ചേഴ്സ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു വീട് നമ്മൾ പ്ലാൻ ചെയ്യുമ്പോഴത്തേക്ക് അതിനകത്ത് ഒരു ലൈഫ് വരണം അല്ലെ? ചുമ്മാ എന്നതേലും ഒരു 4 കസാര കൂട്ടിയിട്ടേച്ചായിരിക്കത്തില്ലല്ലോ. അതിന് ശരിക്കും ഇപ്പൊ വീട് പണി തുടങ്ങാൻ പോകുന്നതിൽ ബേസിക്കലി യു ആർ ആൻ ആർക്കിടെക്ചർ, അത് റാദർ ദാൻ യു ആർ ആൻ ആർട്ടിസ്റ്റ്, യു ഹാവ് എ ക്രിയേറ്റീവ് മൈൻഡ് അല്ലേ ഒത്തിരി. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഒരു വീടിനകത്ത് എന്നൊക്കെ വേണം, എന്നൊക്കെ സാധനങ്ങൾ അതിനകത്ത് ഇടേണ്ടത്, അങ്ങനത്തെ ഒക്കെ ഒരു ഇതെന്താ പറയുക. ഞാൻ ആക്ച്വലി ആർക്കിടെക്ചർ എടുക്കാൻ കാരണം തന്നെ അതാ. ഡിസൈനിങ് എന്ന് പറയുന്നത് തന്നെ ഇപ്പൊ നമ്മുടെ ഒരു ഫിലിം ഡയറക്ഷൻ അല്ലെങ്കിൽ ഒരു മ്യൂസിക് ഡയറക്ഷൻ പോലത്തെ ഒരു സംഭവം തന്നെയാണ്. വി ആർ ഡയറക്റ്റിംഗ് ഒരു സംഭവം, ഒരു ബിൽഡിംഗ് ആക്കുക എന്നുള്ളൂ. അത് ഒരു മൂവി ആക്കുന്നതിന് പകരം ഇതൊരു ബിൽഡിംഗ് ആക്കുക എന്നുള്ളതാണ് ആർക്കിടെക്ചറിലുള്ള കോൺസെപ്റ്റ്. അതുകൊണ്ടാണ് ഞാൻ അത് എടുക്കാൻ തന്നെ കാരണം. അപ്പോൾ ഈ വീട് പണിയുമ്പോൾ തന്നെ ഇപ്പോൾ ഞാൻ പഠിച്ചത് വരുന്നതിൽ സ്റ്റെപ്പ് വൈസ് ആണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു കോൺസെപ്റ്റ് ആണ് നമ്മുടെ ഇനീഷ്യൽ ഒരു സ്റ്റേജ്. അത് നമുക്ക് എന്താണോ നമുക്ക് ഫീൽ ചെയ്യുന്നത്, അതായത് ഒരു ആർക്കിടെക്റ്റിനെക്കാട്ടിലും അവിടെ താമസിക്കുന്നവരുടെ കോൺസെപ്റ്റ്സ് ആണ് നമുക്ക് കൂടുതൽ വേണ്ടത്. അവരാണ് ശരിക്കും ഒരു വീട് പണിയണത്. പിന്നെ നമ്മൾ അവരുടെ ആ ഒരു തോട്ട് പ്രോസസ്സിനെ എങ്ങനെ വരുത്താം, അല്ലെങ്കിൽ അവരുടെ ആ ഒരു വ്യൂ എങ്ങനെ ലൈവ്ലി ആക്കാം എന്നുള്ളതാണ് നമ്മുടെ ഡ്യൂട്ടി ആക്ച്വലി. അപ്പൊ ഒരു ക്ലയന്റ് വരുമ്പോ അവർക്ക് എന്തൊക്കെ വേണം. എനിക്ക് കൂടുതൽ പൊതുവെ ഈ ഓപ്പൺ സ്പേസസും ഗ്രീൻ കാണുന്നത് ഭയങ്കര ഫ്രഷ്നെസ് ആണ്. വീട്ടിൽ നല്ലോണം ഇരിക്കാൻ തോന്നും. ഗ്രീനറി, പിന്നെ അതുപോലെ കാറ്റ്, വെളിച്ചം ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് തന്നെ നമ്മുടെ വീട്ടിൽ ഇരിക്കാൻ തോന്നും കുറച്ച് നേരം. എനിക്ക് എന്റെ ഫ്രണ്ടിന്റെ ഒരു വീടുണ്ട്, അവളുടെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് പുറത്തിറങ്ങാനേ തോന്നില്ല. എങ്ങനെ പോയാലും ഞാൻ അവിടെ എങ്ങനെയെങ്കിലും ഇരുന്നു, ഭയങ്കര ഫ്രഷാ. അപ്പോൾ എന്റെ കോൺസെപ്റ്റിൽ കൂടുതൽ ഗ്രീൻ, ലൈറ്റ്, വിൻഡ്, ഇതൊക്കെയാണ് എന്റെ ഒരു കോൺസെപ്റ്റില്. നല്ല കാറ്റും വെളിച്ചവും എല്ലാം വരണം നമ്മുടെ വീട്ടിലേക്ക് അല്ലെ? അപ്പൊ ശരിക്കും ഈ മോക്കിപ്പം ഭയങ്കര എൻവയോൺമെന്റുമായിട്ട് ചേർന്ന് നിൽക്കുന്ന വീടുകളാണ് കൂടുതൽ ഇഷ്ടം. നമുക്ക് പ്രകൃതി ആസ്വദിക്കണം അല്ലെ? അപ്പൊ മോളി ശരിക്കും ക്യാരക്ടേഴ്സ് തെരഞ്ഞെടുക്കുമ്പോഴും ഒക്കെ ഈ പറഞ്ഞ പോലെ റേഷ്യോ ബാലൻസ് ചെയ്തൊക്കെയാണോ എടുക്കുന്നത്? ഞാൻ ക്യാരക്ടേഴ്സിൽ കൂടുതൽ എങ്ങനെയാന്ന് വെച്ചാൽ എനിക്ക് പറഞ്ഞ മാതിരി എൻ്റെ ക്യാരക്ടർ അത് ആൾക്കാരിലേക്ക് എങ്ങനെയെങ്കിലും എത്തണം, അല്ലെങ്കിൽ അവർക്ക് തോന്നണം ഞാനെന്നൊരാൾ അതിലുണ്ട് എന്ന്. അത് എത്ര ഷോർട്ട് പീരീഡിലാണെങ്കിലും. അതാണ് എനിക്ക് ക്യാരക്ടേഴ്സിൽ ഏറ്റവും കൂടുതൽ അട്രാക്ഷൻ തോന്നിയിട്ടുള്ളത്. ഞാൻ എത്ര ചെറിയ ടൈമിലാണെങ്കിലും അത് ഞാൻ എന്നുള്ള ഒരാള് ആ മൂവിക്കകത്ത് ഉണ്ടെന്നുള്ളത് ആൾക്കാർക്ക് തോന്നണം. അതാണ് ഞാൻ അതാണ് ഞാൻ മെയിൻ ആയിട്ട് നോക്കാറുള്ളത്. അതിന് പെർഫോമൻസ് വേണം എന്നാണ് എൻ്റെ ഒരു കോൺസെപ്റ്റ്. എനിക്ക് കൂടുതൽ ഈ എന്താ പറയാ, നമ്മള് അങ്ങനെ നല്ല ഭയങ്കര ക്യൂട്ടായിട്ട് അപ്പിയർ ചെയ്യുന്നതിനെക്കാട്ടിലും എനിക്ക് കുറച്ചും കൂടെ പെർഫോം ചെയ്ത് ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ് കൂടുതൽ ഇഷ്ടം. എനിക്ക് തോന്നുന്ന മഹേഷിന്റെ പ്രതികാരം എന്ന് പറയുന്നതിനകത്ത് ഒരുപാട് മേക്കപ്സ് ഒന്നുമില്ല, രാവിലെ എന്തിനോ ആർക്കോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ എന്ന് പറഞ്ഞ മാതിരി അവിടെ വന്ന് ശരി ഇട്ടിട്ട് പോയാ പിന്നെ ലഞ്ച് ആവുമ്പോ വേണമെങ്കിൽ ഒന്ന് ടച്ചപ്പ് ചെയ്യും. അപ്പൊ ശരിക്കും പറഞ്ഞ മോളെ ആ ഫിലിമിലേക്ക് വരുമ്പോ നമ്മൾ ആദ്യമായിട്ട് ആലോചിക്കും നമ്മളെ ഒരു സിനിമയിൽ ചെല്ലുക, നമ്മൾ അതുപോലെ മേക്കപ്പ് ചെയ്യണം, അതാ ഇതാക്കുന്നൊക്കെ പറഞ്ഞ് നമുക്ക് ബേസിക്കലി ഒരു അറിവുണ്ടാവുമല്ലോ. പക്ഷെ അവിടെ ചെന്നപ്പോഴത്തേക്ക് ഇത് ഈ പറഞ്ഞ ആർക്കോ വേണ്ടി ചെയ്യുന്നവരെന്ന് പറഞ്ഞ പോലെ. മഹേഷിന് എങ്ങനെയായിരുന്നു വെച്ചാൽ, ഞാൻ ആക്ച്വലി ഒരു ന്യൂ ബോൺ അല്ലെങ്കിൽ ആ ഒരു ഇനീഷ്യൽ സ്റ്റേജസിൽ ഒരു കൊച്ചിനെ മാതിരിയായിരുന്നു. എനിക്ക് ഒരു ഐഡിയ ഇല്ല ഇതിനെ പറ്റിയിട്ട്, ഒരു ബാക്ക്ഗ്രൗണ്ടും ഇല്ല എനിക്ക് മൂവീസിന്റെ. അപ്പോൾ
എന്തവര് പറയുന്നു അത് ഞാൻ ചെയ്യാന്നുള്ളതായിരുന്നു മഹേഷിൽ എനിക്കൊരു കോൺസെപ്റ്റ്. അതുകൊണ്ട് തന്നെ ഇപ്പം മേക്കപ്പ് കുറഞ്ഞാലും എന്നോട് മഹേഷ് കഴിഞ്ഞപ്പോൾ ഒരുപാട് പേര് ഇന്റർവ്യൂവിൽ ചോദിച്ചു ഭയങ്കരമായിട്ട് എന്തെങ്കിലും വിഷമായോ ഡള്ളാക്കിയോ. ഞാൻ പറഞ്ഞു ഞാൻ അറിഞ്ഞിട്ട് പോലും ഇല്ല, എനിക്ക് അറിയത്തില്ല. എനിക്ക് ഞാനതൊരു എന്താ പറയാ, നമ്മളൊരു ഏറ്റവും ചെറിയ പ്രായത്തിലൊരു കൊച്ചിന് പറഞ്ഞു കൊടുക്കുമ്പോൾ അത് അതേപടി തിരിച്ചു കാണിക്കണ മാതിരി അവര് പറയുന്നത് എന്തോ അത് ഞാൻ ചെയ്യാന്നുള്ളതായിരുന്നു എനിക്ക്. അല്ലാണ്ട് അതിനെ പറ്റിയിട്ട് അയ്യോ കറുത്ത് കാണിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ എന്ത് വിചാരിക്കും, ഐ നെവർ തോട്ട് അബൌട്ട് ഇറ്റ് മഹേഷ് കഴിഞ്ഞിട്ട്. അതാണ് എല്ലാവരും ഇന്റർവ്യൂസിന് ചോദിക്കുമ്പോൾ അയ്യോ ഒത്തിരി ഡള്ളാക്കിയല്ലേ. ആക്ച്വലി സ്പീക്കിംഗ് ഡള്ളാക്കിയതും അല്ല, ഞാൻ അന്ന് നല്ല എങ്ങനെയോ ഞാൻ എങ്ങനെയോ വെളുത്ത് കുറച്ചും കൂടെ കളർ വെച്ചതാണ്. അതെനിക്ക് സത്യമായിട്ട് ഞാൻ ഏറ്റവും മോശം ഒരു ആളാണ് ഈ ബ്യൂട്ടി കാര്യങ്ങൾ ഫോളോ ചെയ്യുന്നതില്. പക്ഷെ മോള് തന്നെ പറഞ്ഞു അതിനകത്ത് ഞാൻ ലേശം കറുത്തിട്ടാണ്, പക്ഷെ ഇപ്പൊ ഞാൻ വെളുത്തിട്ടാണെന്ന്. പൊന്നു മോളെ, ഇത് കേൾക്കുന്ന ഞാനും ഒരു പെണ്ണാ, കേൾക്കുന്ന കുറെ പേര് പെണ്ണ, എത്ര ആ ടിപ്പ് തരാതെ. എനിക്ക് എങ്ങനെയാന്ന് പറയുന്നത്, ഞാൻ അത് കഴിഞ്ഞിട്ട് നല്ല വണ്ണം വെച്ചിരുന്നു. എല്ലാവരും കംപ്ലൈന്റ് ആയി പറഞ്ഞെങ്കിലും കുറെ പേര് എന്നെ എന്റെ ഫ്രണ്ട്സ് ഒക്കെ പറഞ്ഞു നീ കുറച്ച് വണ്ണം വെച്ചപ്പോഴൊന്ന് മുഖമൊക്കെ ഒന്ന് തുടുത്ത് മുഖമൊക്കെ ഒന്ന് ഫ്രഷ് ആയി ചബ്ബി ആയതെന്നൊക്കെ പറയായിരുന്നു. അപ്പോൾ ഞാൻ കോൺഷ്യസ്ലി ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ അത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് പിന്നെ നമ്മൾ ഈ പറഞ്ഞ മാതിരി ഈ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങുമ്പോൾ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആവും, പുറത്തെ ആൾക്കാർ എന്ത് വിചാരിക്കും എന്നുള്ളത് ഒരു ഫാക്ടറായി മാറും. അത് നമ്മൾ അറിയാണ്ട് തന്നെ അങ്ങനെ ആയി പോണതാ. അതിനുവേണ്ടി കുറച്ചും കൂടെ ശ്രദ്ധിക്കുമായിരിക്കും, അത്രേ ഉള്ളൂ. ശ്രദ്ധ എന്തായിരുന്നു ചോദിച്ചാൽ വേണം വെച്ച് ശ്രദ്ധിക്കൊന്നുമില്ല. ഇടയ്ക്ക് ഇങ്ങനെ തോന്നിക്കഴിഞ്ഞാൽ എന്റെ വല്യമ്മ ഈ ബ്യൂട്ടി ഇതിന്റെ ഭയങ്കര ആളാ. അപ്പൊ പുള്ളിക്കാരി ഈ സൈഡിൽ കൂടെ ഓരോ പണികൾ ഒപ്പിക്കുന്നത് ഞാൻ ഇങ്ങനെ ഒളിഞ്ഞു നോക്കുക, എന്തൊക്കെയാ ചെയ്യുന്നത്. ഈ ഉലുവ അരച്ച് പാലില് ഇതാക്കി തേക്കുക, അങ്ങനത്തെ അത് നല്ല ഫ്രഷ്നെസ് കിട്ടും, ഭയങ്കര ഗ്ലോ ആയിരിക്കും മുഖത്തിന്. അങ്ങനത്തെ ഒക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾ ഞാൻ എൻ്റെ ഈ വല്യമ്മയുടെ നിന്നാണ് ഊറ്റാറുള്ളത്. ദൈവമേ, ആ വല്യമ്മയെ കൂടെ ഒന്ന് കൊണ്ടുവന്നിരുന്നെങ്കിൽ നമുക്ക് കുറെ കാര്യങ്ങൾ കിട്ടിയത്. ആ പുള്ളിക്കാരിക്ക് എവിടുന്നാന്ന് അറിയില്ല, ഇതൊക്കെ ഭയങ്കരമായിട്ട് എവിടുന്നെങ്കിലും കളക്ട് ചെയ്തിട്ട്. എനിക്കൊന്ന് പുള്ളിക്കാരത്തി ഭയങ്കര നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങളാണ്. അതെ തന്നെ, നാച്ചുറൽ സാധനങ്ങൾ വെച്ചിട്ട് ഭയങ്കരമായ പരീക്ഷണങ്ങളാണ്. എന്റെ മോളെ എങ്ങോട്ട് വന്നപ്പോ ഒരു 2 എണ്ണമെങ്കിലും പഠിച്ചിട്ട് വന്നേണ്ടേ. ഇത് എവിടെ പോയാലും എനിക്ക് വിശക്കുന്നേന്ന് മാത്രം പറയാൻ പഠിച്ചോണ്ട് വല്യമ്മയുടെ എന്നാലും ഇത് തന്നെയുള്ളൂ. അല്ലാതെ എന്റെ വല്യമ്മ ഞാനിപ്പോ ഒരു ആർട്ടിസ്റ്റാ, എനിക്ക് ഇന്ന പോലെയൊക്കെ വേണം, അതും അതല്ല വല്യമ്മ എനിക്ക് വിശക്കുന്നു, ഇതല്ലാതെ ഒന്നുമില്ല. പുള്ളിക്കാരി എന്നിട്ട് എന്റെ അടുത്ത് പാവം തോന്നിയിട്ട് കുറച്ച് ഇങ്ങോട്ട് പറഞ്ഞു തരാം. അതിന് ഓർമ്മയുള്ള ഒരേ ഒരു സാധനം ഇത് മാത്രമാണ് എനിക്ക്. ഇപ്പം ഞാൻ ഒരു കാര്യം പറയട്ടെ, മോളിപ്പോ നല്ലൊരു ചേഞ്ച് ഓവർ വന്നിട്ടുണ്ട്. ബിക്കോസ് ഫസ്റ്റ് മൂവിയിൽ കണ്ട ഒരു അപർണ അല്ല ഇപ്പൊ ഞങ്ങൾ കാണുന്നത്. അപ്പം ആ ഒരു ചേഞ്ച് പെട്ടെന്ന് ഒരു ചേഞ്ച് വരാൻ കാരണം ഞാൻ ഈ മൂവീസിൽ വന്നതിന് ശേഷം കുറെ പുതിയ കാര്യങ്ങളിലേക്ക് ഓപ്പൺ ആയി. ഞാൻ ഹീൽസ് തീരെ ഉപയോഗിക്കില്ലായിരുന്നു, ഭയങ്കര അൺകംഫർട്ടബിൾ ആയിരുന്നു. പക്ഷേ ഈ ഫോട്ടോഷൂട്ട്സും അതൊക്കെ കാരണം ഞാനിപ്പോൾ നല്ലോണം ഹീൽസ് ഉപയോഗിക്കാൻ തുടങ്ങി. അതുപോലെ തന്നെ എൻ്റെ അപ്പിയറൻസ് എങ്ങനെയായിരിക്കണം എന്നുള്ളത് കുറേ സ്റ്റൈലിസ്റ്റുകളായിട്ട് നമ്മൾ സംസാരിക്കുമ്പോഴൊക്കെ നീ ഇങ്ങനെ നടന്നാൽ പോരാ, നീ കുറച്ചും കൂടെ ഒന്ന് വൃത്തിക്ക് നടക്കണം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് എന്താണ് വേറെ ഇടണ്ടേന്നുള്ളത് അങ്ങനെ ആയിട്ടാണ് കുറെ പേരെ കാണാൻ പറ്റുന്നുണ്ട് ഈ ഒരു ഫീൽഡിലേക്ക് വന്നതിന് ശേഷം. ഞാൻ എന്താ ചെയ്യണ്ടേന്നുള്ളത് ഇങ്ങനത്തെ ഒരു ആർട്ടിസ്റ്റ് ആണെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ളത് യു കം ടു നോ ഇറ്റ് അല്ലേ. ഓക്കെ, അപ്പൊ ഞാൻ ഒരു കാര്യം ചോദിക്കാം, മഹേഷിന്റെ പ്രതികാരം എന്ന് പറയുന്ന ഫിലിമിൽ നമ്മൾ കണ്ട ഒരു അപ്പറിനെ അല്ലല്ലോ നെക്സ്റ്റ് കണ്ടത്. അപ്പൊ അതിനുശേഷം യു കം ടു നോ ദാറ്റ് യു ആർ ആൻ ആർട്ടിസ്റ്റ്, ഐ എം എ സെലിബ്രിറ്റി, ഐ ഷുഡ് നീഡ് ചേഞ്ചസ്. അപ്പൊ തന്റെ പേഴ്സണൽ ക്യാരക്ടറിൽ നിന്ന് എന്തെങ്കിലും ചേഞ്ച് ചെയ്തിട്ടുണ്ടോ? പേഴ്സണൽ ക്യാരക്ടറിൽ നിന്ന് കുറച്ച് ദേഷ്യം കുറച്ചിട്ടുണ്ട്. പണ്ട് ദേഷ്യം കൂടുതലായിരുന്നു. ഇതിനും ഭയങ്കരമായിട്ട് ഞാൻ റെസ്പോണ്ട് ചെയ്യും, ഭയങ്കരമായിട്ട് റിയാക്ട് ചെയ്യും. അപ്പോൾ ഇപ്പം അമ്മയ്ക്കും അച്ഛനും ആണെങ്കിലും നീ ഒരു സെലിബ്രിറ്റി, നീ 4 ആൾ അറിയുന്ന ആളാ, ഇനിയിപ്പോൾ പുറത്തൊന്നും പോയിട്ട് ഇങ്ങനെ വല്ല കാര്യങ്ങൾക്കും കിടന്ന് വായിട്ടലക്കരുത്. ഈവൻ മഹേഷിന് വരെ ഞാനും എൻ്റെ കോസ്റ്റ്യൂം ഡിസൈൻ ആ ചേട്ടനായിട്ട് ഞാൻ ഇപ്പോഴും ഭയങ്കര കമ്പനിയാണ്. ആ ചേട്ടനായിട്ട് നല്ലൊരു അടി ഉണ്ടായി ഞങ്ങളുടെ ഒരു ഫ്ലാഷ് മോബ് ഷൂട്ട് ചെയ്യുന്ന ദിവസം. അത് എനിക്ക് ഈ ഫ്ലാഷ് മോബ് ഷൂട്ട് ചെയ്യുന്നതിൻ്റെ ടെൻഷൻ, കാരണം അതൊരു നാച്ചുറൽ ഫ്ലാഷ് മോബായിരുന്നു. അന്ന് ഞാൻ എന്തിനോ ഞങ്ങൾ വെറുതെ തർക്കമായിട്ട് ഭയങ്കര അടി ഉണ്ടായി, ഞാൻ കരച്ചിലൊക്കെ ആയിരുന്നു. അതുകൊണ്ട് എനിക്ക് ദേഷ്യം എന്ന് പറഞ്ഞത് കുറച്ച് ഞാൻ പെട്ടെന്ന് റിയാക്ട് ചെയ്യും. ദേഷ്യത്തിനെക്കാട്ടിലും ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ അപ്പം റിയാക്ട് ചെയ്യും.
അപ്പൊ അത് കുറച്ചിട്ടുണ്ട്. കുറച്ചു. അപ്പൊ ഒരു സെലിബ്രിറ്റി നിലയ്ക്ക് താൻ എന്നതേലും ഒരു സോഷ്യൽ ഇഷ്യൂസ് കണ്ടാൽ യു വിൽ റിയാക്ട് ടു ദാറ്റ്? ഐ വിൽ റിയാക്ട്. പക്ഷെ ഇപ്പൊ ഞാൻ കുറച്ച് ഡിപ്ലോമാറ്റിക് ആയിട്ട് നിൽക്കുകയാണ്. അപ്പൊ വലുതായിട്ട് പെട്ടെന്ന് ഇഷ്യൂസസ് ഒന്നും നമ്മൾ റിയാക്ഷൻ പ്രതീക്ഷിക്കണ്ട. ഇല്ല. പിന്നെന്താണെന്നറിയോ, നമ്മളുടെ ഇവിടെ നടക്കുന്ന ഇഷ്യൂസ് ഒക്കെ പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. അവസാനം ഞാൻ ഇതിന് പ്രതികരിച്ച് എല്ലാവരും കൂടെ എന്നെ കൊല്ലാൻ വരും. പിന്നെ ആ ടോപ്പിക്കേ കാണത്തില്ല, ഇത് ഉണ്ടായിരുന്നോ എന്ന് നമ്മൾ ആലോചിക്കേണ്ടി വരും. അതുകൊണ്ട് നമ്മൾക്ക് പറ്റാവുന്ന കുറച്ച് ചേഞ്ചസ് ഇപ്പൊ എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നാൽ ചെയ്യാന്നല്ലാണ്ട് അതിപ്പോ നമ്മള് ഇപ്പൊ സോഷ്യൽ മീഡിയാസിൽ ഇട്ടിട്ടും എനിക്ക് പേഴ്സണലി എന്താ പറയാ, ഈ സോഷ്യൽ മീഡിയാസിൽ പ്രകടിപ്പിക്കാൻ അറിയില്ല. അതുകൊണ്ട് തന്നെ ഞാനായിട്ട് എന്തെങ്കിലും ചേഞ്ചസ് വരുത്തുകയാണെങ്കിൽ അത് ചെയ്യാന്നല്ലാണ്ട് ഞാൻ കൂടുതൽ സോഷ്യൽ മീഡിയാസിൽ റിയാക്ട് ചെയ്യൽ കുറവാണ്. ശരിക്കും പറഞ്ഞാൽ മോളെ അമ്മ നല്ലതായിട്ട് പാടും, അച്ഛനും നല്ലതായിട്ട് പാടും അല്ലെ? മോള് പഠിച്ചു, കുഞ്ഞിലെ മുതൽ പഠിച്ചു, അത് അച്ഛനും അമ്മയാണോ പഠിപ്പിക്കുന്നത്? ആക്ച്വലി എനിക്ക് ഡാൻസ് ആയിരുന്നു ഏറ്റവും താല്പര്യം. ഈ പാട്ട് എന്നുള്ളത് അമ്മയുടെ അടുത്തുനിന്നും അച്ഛൻ്റെ അടുത്തുനിന്നും കിട്ടിയൊരു കാര്യമാണ്, എന്തോ ഭാഗ്യത്തിന് എനിക്ക് കിട്ടിയൊരു കാര്യം, അല്ലാണ്ട് പകർന്ന്. അതെ, ഡാൻസ് ആയിരുന്നു. ഫസ്റ്റ് സ്റ്റാൻഡേർഡ് തൊട്ടിട്ട് ഞാൻ ഭയങ്കര സീരിയസ് ആയിട്ട് പഠിച്ചിരുന്ന കാര്യം ഡാൻസ് ആയിരുന്നു. പിന്നെ ഒരു 5th ഒക്കെ ആയപ്പോഴാണ് പാട്ട് ഞാൻ പഠിക്കാൻ തുടങ്ങിയത്. പാട്ട് പഠിച്ചു തുടങ്ങി. അത് ശരിക്കും ഒരു ഗുരുവിന്റെ അതെ, എന്നെ ഇവര് പഠിപ്പിക്കില്ല എന്ന് പറഞ്ഞു ഇരിക്കുകയല്ലോ. അതാണ് സത്യം. ശരിക്കും മോളെ ശരിക്കും പാട്ട് പഠിച്ചു, ഐ മീൻ ആർക്കിടെക്ചർ ചൂസ് ചെയ്ത് യു വെന്റ് ടു ദാറ്റ്. പക്ഷെ ഇതിന്റെ ഇടയിൽ താൻ ഈ ഫിലിമിലേക്ക്, അതായത് ഒരു 2nd ക്ലാസ് യാത്ര എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് ഒരു ടിക്കറ്റ് എടുത്ത് താൻ മലയാളം സിനിമയ്ക്കകത്തോട്ട് പോകുന്നു. ആ യാത്ര, അവിടെ ആ ഒരു യാത്രയുടെ ഒരു തുടക്കം എന്ന് പറഞ്ഞു. എവിടെ നിന്നാ ടിക്കറ്റ് എടുത്ത്, ആരാ എടുത്ത് തന്നെ? എനിക്ക് ആക്ച്വലി ഇതിനു മുമ്പ് ഞാനൊരു മൂവി ചെയ്തിരുന്നു. അതെനിക്ക് കുറച്ചൊരു ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടാക്കിയിട്ടുണ്ട്. വേറൊരു രീതിക്കല്ല, ഞാൻ അഭിനയിക്കാൻ പോയി, പിന്നെ അത് സ്ക്രീനിലും വന്നില്ല. ഞാൻ ഭയങ്കര വയ്യാണ്ടാണ് പോയത്, ഹോസ്പിറ്റലൈസ്ഡ് ആയി. അതൊക്കെ കഴിഞ്ഞിട്ടും എൻ്റെ സ്ക്രീനിൽ വന്നില്ല, ഒന്നും വന്നില്ല എന്നുള്ളൊരു വിഷമം എനിക്കുണ്ടായിരുന്നു. അപ്പോൾ ഇനി മുതൽ ഈ പരിപാടിക്ക് പോകണ്ടെന്നുള്ളതും ഞാനും അമ്മയും അച്ഛനൊക്കെ ഇങ്ങനെ വിചാരിച്ചിരിക്കുമ്പോഴാണ് 2nd ക്ലാസ് യാത്രയ്ക്ക് വന്നത്. പിന്നെ ഞങ്ങൾ പൊതുവെ എല്ലാവരും അമ്മയ്ക്കും അച്ഛനൊക്കെ ഈ കല എന്ന് പറഞ്ഞ സംഭവം ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഒന്നും വിടില്ല, ഞാൻ ജസ്റ്റ് ഗിവ് ഇറ്റ് എ ട്രൈ എന്ന് പറയും എപ്പോഴും. അപ്പം ഞാൻ അതുപോലെയാണ് ആ 2nd ക്ലാസ് യാത്രയുടെ ഓഡീഷന് പോയത്. എന്നെ ഒരു ഫിറോസ് എന്ന് പറഞ്ഞൊരു ചേട്ടൻ വിളിച്ച് പറഞ്ഞു, ഉണ്ട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, നീ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നു പറഞ്ഞു. അപ്പം ഞാൻ പോയി ഡയറക്ടേഴ്സിനെ കണ്ടു. കാര്യം എനിക്ക് അതിലൊരു പാട്ടിൽ മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിലും എനിക്ക് അവർ തന്ന ആ ഒരു ഓപ്പണിങ്, അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക, എല്ലാവരും ചോദിച്ചു തുടങ്ങി, നീ ആണല്ലേ അതിലെന്ന്. ഒരു പാട്ടിൽ മാത്രമേ ഉള്ളൂ. അത് ചോദിച്ചു തുടങ്ങിയപ്പോൾ ഐ ഫെൽറ്റ് ഓക്കെ, അതിനൊരു വാല്യൂ അവർ കൊടുത്തു. ഞാൻ ചെയ്തേനെ, ഞാൻ വളരെ കുറച്ചേ ഉള്ളൂ, ഒരാഴ്ചത്തെ ഷൂട്ട് പോലും എനിക്കുണ്ടായിരുന്നില്ല, അത്രേ ഉള്ളൂ എന്നുണ്ടെങ്കിലും അവരെനിക്ക് തന്ന ഒരു വാല്യൂ കാരണമാണ് ഞാൻ പിന്നീട് ഓക്കെ ഫൈൻ, ഇതിലേക്ക് ഇനി വന്നാലും ഐ ക്യാൻ ഗോ ഫോർ ഇറ്റ്, എല്ലാം ഒരേമാതിരി അല്ല എന്നുള്ളൊരു കൺക്ലൂഷനിൽ എത്തിയിട്ട് ഞാൻ വീണ്ടും തുടങ്ങിയത് അങ്ങനെയാണ്. അപ്പൊ താൻ എപ്പോഴാണ് ഡിസിഷൻ എടുത്തത് ദാറ്റ് യു വാണ്ട് ടു ബിക്കം ആൻ ആർട്ടിസ്റ്റ്? അപ്പോഴും ഞാൻ ഡിസിഷൻ ഒന്നും എടുത്തിട്ടില്ല. ഐ വാണ്ട് ടു ബിക്കം ആൻ ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞ ഡിസിഷനെക്കാട്ടിലും എനിക്ക് കിട്ടുന്ന ചാൻസുകളൊന്നും കളയണ്ട എന്നുള്ളതായിരുന്നു മനസ്സിൽ എപ്പോഴും, ഏതിനാണെങ്കിലും. അങ്ങനെ എൻ്റെ മാമാണ് ഉണ്ണിമായ മാം എന്ന് പറഞ്ഞ്, എൻ്റെ ആർക്കിടെക്ചർ മാമാണ്, ശ്യാം പുഷ്കറിൻ്റെ വൈഫാണ്. അപ്പോൾ ഉണ്ണിമായ മാം ഇങ്ങനെ എല്ലാവർക്കും, ഞങ്ങൾ കുറച്ച് പേരുണ്ട് ഗേൾസിനൊക്കെ മെസ്സേജ് അയച്ചു, ഇതുപോലെ ഒരു ഓഡീഷൻ ഉണ്ട്, താല്പര്യം ഉണ്ടെങ്കിൽ വരാൻ പറഞ്ഞു. അപ്പോൾ ഐ വെൻറ്റ് ഫോർ ദി ഓഡീഷന് പോയപ്പോൾ ഇനീഷ്യലി എനിക്ക് അതല്ലായിരുന്നു എൻ്റെ ക്യാരക്ടർ ഫിക്സ് ചെയ്തിരുന്നത്, വേറൊരു ക്യാരക്ടറിലേക്കായിരുന്നു ഓഡീഷൻ. രണ്ടാമതൊരു ഓഡീഷൻ ഫിലിം ചെയ്യാൻ പോകുന്നതിന് മുന്നേ രണ്ടാമതൊരു ഓഡീഷൻ കഴിഞ്ഞു, ശരി ബൈ എന്ന് പറഞ്ഞ് എന്നെ വിട്ടു. ഒരു മാസം ഷൂട്ട് തുടങ്ങണ വരെ പാർലറിൽ പോകരുത്, ഒന്നും ചെയ്യരുത്. സോ ദാറ്റ്സ് വൈ ഞാൻ പറഞ്ഞ അന്ന് ഞാൻ ഓൾറെഡി കുറച്ച് കറുത്തിട്ടായിരുന്നു എന്ന് പറഞ്ഞത്, ബിക്കോസ് ഞാൻ ഒന്നും ചെയ്യാൻ അലൗഡ് അല്ലായിരുന്നു. ഒന്നും ചെയ്യാൻ പാടില്ല, നീ എങ്ങനെയാണോ ലൈക്ക് വെരി റോ ഫോം എന്നെ വേണം എന്ന് പറഞ്ഞു. ശരി എന്ന് പറഞ്ഞു. ഷൂട്ട് തുടങ്ങുന്നതിന് 2 ദിവസം മുമ്പേ ആണ് എന്താണ് എൻ്റെ ക്യാരക്ടർ എന്നും ഇതാണ് സിനിമ, ഫഹദ് ഫാസിലിന്റെ ഹീറോയിൻ ആണ് നീ എന്ന് പറഞ്ഞപ്പോൾ ഞാനങ്ങ് ഞെട്ടിപ്പോയി. സോ എക്സൈറ്റഡ്. അപ്പോഴും ഷൂട്ട് തുടങ്ങുമ്പോഴൊന്നും അറിയണ്ടായിരുന്നില്ല മഹേഷിന്റെ പ്രതികാരം എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞ മാതിരി എനിക്കൊരു എക്സ്പെക്ടേഷനോ അല്ലെങ്കിൽ എന്തായിരിക്കും എന്നുള്ളൊരു ടെൻഷൻ പോലും ഉണ്ടായിരുന്നില്ല. ബട്ട് ആഫ്റ്റർ ദാറ്റ് മഹേഷ് ഇറങ്ങി കഴിഞ്ഞപ്പോഴാണ് ഐ ഫെൽറ്റ് ഇതെനിക്ക് കിട്ടിയൊരു ഭാഗ്യ, ഐ ഹാവ് ടു ടേക്ക് കെയർ ഓഫ് ഇറ്റ്, അല്ലെങ്കിൽ ഞാൻ അത് ഇനിയും തുടർന്നുകൊണ്ട് പോകണം എന്ന് തോന്നിയത് ഇസ് ആഫ്റ്റർ മഹേഷ്. അപ്പൊ ഈ ക്യാരക്ടർ തന്നെ ഇത്രയും റീച്ചായി. അപ്പം ശരിക്കും പറഞ്ഞാൽ ആ ക്യാരക്ടറിനെ പറ്റി മോളെ കൂടുതൽ അതിനെ ഇൻവോൾവ് ചെയ്ത് ആസ് എ ഡയറക്ടറാണ്. അദ്ദേഹം എന്തെല്ലാം പറഞ്ഞു തന്നു? വാട്ട് ഓൾ ദ മൈന്യൂട്ട് തിങ്സ്? ഞാൻ പറഞ്ഞ മാതിരി സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞൊരു സാധനം ഞാൻ ഇതുവരെ മഹേഷിന്റെ പ്രതികാരത്തിന് കണ്ടിട്ടില്ല. ഇതുവരെ എനിക്ക് എൻ്റെ ഓർമ്മയിൽ അങ്ങനത്തെ ഒരു സംഭവമേ ഇല്ല.
എന്നെയും ലിജോ ചേച്ചി, ലിജോ മോൾ സോണിയ എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ചെയ്ത ചേച്ചി, ഞങ്ങൾ രണ്ടുപേരും ഇരുത്തി ഇങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്, ഇതാണ് സ്റ്റോറി എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് അതിൻ്റെ ഒരു ഔട്ട്ലൈൻ പറഞ്ഞു തന്നു. ബട്ട് വാട്ട് സർപ്രൈസ്ഡ് മീ വാസ് ദാറ്റ് എൻ്റെ ഒരു ഡയലോഗ് ഉണ്ടായില്ല, ചേട്ടൻ സൂപ്പറാന്ന് പറയുന്ന ഡയലോഗ്. അങ്ങനത്തെ ഒരു 2-3 സീനുകളുണ്ട്. അത് ഹി വാസ് വെരി ക്ലിയർ ദാറ്റ് ഇത് നീ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കണം എന്നുള്ളത് ആ കഥ പറയുമ്പോൾ തന്നെ വെരി ക്ലിയർ അബൌട്ട് ഇറ്റ്. അതെനിക്ക് ഭയങ്കര അത്ഭുതമുള്ള ഒരു കാര്യം. എനിക്ക് ഒരു സ്ക്രിപ്റ്റും ഇല്ല, ഒന്നും കണ്ടിട്ടുമില്ല, പക്ഷെ ഹി വാസ് ഡാം ക്ലിയർ അബൌട്ട് ഓൾ ദീസ് തിങ്സ്. അത് മൂവി കഴിഞ്ഞ് വന്നപ്പോഴും എൻ്റെ ആ ഒരു ചേട്ടൻ സൂപ്പറാന്നുള്ള ഒരു ഡയലോഗ് ഭയങ്കര ഹിറ്റ് ആവുകയും ചെയ്തു. അപ്പോൾ അതെനിക്ക് ഭയങ്കര ഒരു സർപ്രൈസ് തന്നിട്ടുള്ള ഒരു കാര്യമാണ്. അതിനകത്തൊരു പാട്ട് പാടിയില്ലേ താന? ഞാൻ നേരത്തെ ചോദിച്ചതാണ്, ആ പാട്ടൊന്ന് പാടിയേ. മൗനങ്ങൾ മിണ്ടുമൊരേ നേരത്ത്, മോഹങ്ങൾ പെയ്യുമൊരേ തീരത്ത്, ഇതുവരെ തിരയുവതെല്ലാം മനസ്സിനിതളിലറിയ ശലഭമായി വാരവായി, ഇന്നെഞ്ചം നീലാകാശം. പടിപ്പാട്ട്. അത് കഴിഞ്ഞിട്ട് മോക്ക് വല്ല പാട്ടിൽ പാടാനുള്ള ഓഫേഴ്സ് വന്നു? അത് കഴിഞ്ഞിട്ട് എനിക്ക് പാവാന്ന് പറഞ്ഞ പടത്തിൽ പാടാനായിട്ട് വിളിച്ചിരുന്നു. ആനന്ദ് മധുസൂദനൻ ആയിരുന്നു അതിന്റെ മ്യൂസിക് ഡയറക്ടർ. അതും വിജയ് ചേട്ടന്റെ കൂടെയായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ മുത്തശ്ശി ഗതയിൽ പാടി. അപ്പൊ മോൾ എങ്ങനെ വളർന്നെല്ലാം വരുമ്പത്തേക്ക് അച്ഛനും അമ്മയും മോൾ എന്നാ ആവാൻ ആഗ്രഹിച്ചത്? അവര് പാട്ടുകാരി ആവാനാണ് ആഗ്രഹിച്ചത്. Then it's your taste that you have to go for architecture. അതെ, ആർക്കിടെക്ചർ എന്ന് പറയുന്നത് ഇപ്പൊ പാട്ടുകാരി എപ്പോഴും നീ പാട്ട് വിടരുത്, നീ എങ്ങനെയെങ്കിലും പാട്ട് പിടിച്ചു തീർക്കണം. ഞങ്ങൾ ഒരുപാട് ഓപ്ഷൻസ് നോക്കി. ഇപ്പൊ ഡാൻസ് ആയിട്ട് പോകണോ, അപ്പൊ കലാക്ഷേത്രം അങ്ങനെ പോകണോ, അല്ലെങ്കിൽ പാട്ടായിട്ട് പോകണം. അപ്പൊ എനിക്ക് ആർക്കിടെക്ചർ ഇഷ്ടമാണ്. ഞാൻ പൊതുവെ ഈ വീഡിയോകളൊക്കെ കണ്ടാൽ ഞാൻ ഭയങ്കര ഒബ്സർവ് ചെയ്യും. അതങ്ങനെ നല്ല വീടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് വീടുകളോടും അതിന്റെ ഡിസൈനോടും കുറെ കാലം തൊട്ടിട്ടുണ്ട്, ഒരു 8th സ്റ്റാൻഡേർഡ് തൊട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു ആർക്കിടെക്ചർ പോവാം. പിന്നെ ആർക്കിടെക്ചർ ഇസ് വെരി ക്രിയേറ്റീവ്. നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ, ഈ പറഞ്ഞ ആക്ടിങ് സിംഗിങ് പോലെ തന്നെ നമ്മൾക്ക് ആ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ യു വിൽ എൻജോയ് ഇറ്റ്. നല്ല പണിയാ. പക്ഷെ എനിക്ക് തോന്നുന്നു മേ ബി യു ക്യാൻ ഡു ഇറ്റ് മോർ ബെറ്റർ, ബിക്കോസ് ഒരു ആർട്ടിസ്റ്റും കൂടി ആകുമ്പോഴത്തേക്ക് ഈ ക്രിയേറ്റീവ് മനസ്സ് ഒരുപാട് വരും. ഞാൻ കണ്ടേക്കുന്നതിലും എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള വീട് നമ്മുടെ കുഞ്ചേട്ടന്റെ വീട് കണ്ടിട്ടുണ്ടോ? ഇതില് കണ്ടിട്ടുണ്ട്. കുഞ്ചേട്ടൻ ഈസ് നോട്ട് ബേസിക്കലി ഈസ് നോട്ട് ആൻ ആർക്കിടെക്ട്, നത്തിങ് ലൈക്ക് ദാറ്റ്. പക്ഷെ നമ്മൾ കുഞ്ചേട്ടന്റെ വീട് കണ്ടു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഓരോ ചെറിയ മൂല വരെയില്ലേ അതുവരെ ഇങ്ങനെ നമ്മൾ ശ്രദ്ധിക്കും. ബിക്കോസ് ഒരു പ്രോപ്പർട്ടി കൊണ്ട് വെച്ചിരിക്കുന്ന പോലും അത്ര ക്യൂട്ടായിട്ടാണ്. റിയലി ഞാൻ പറയുന്നത് ശരിക്കും ആർക്കിടെക്ചർ ഒക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് ഒരു റെഫറൻസ് ആണ് ആ വീട്. ശരിക്കും യു ക്യാൻ ക്രിയേറ്റ് എ ലോട്ട് ഓഫ് ഐഡിയ. മേ ബി പ്രൊഫസറായിട്ട് കുഞ്ചേട്ടനെ കൊണ്ടുപോയാൽ പോലെ യു വിൽ ഗെറ്റ് എ ലോട്ട് ഓഫ് നോളജ്. അത്ര നല്ലതായിട്ട് അത് ബേസിക്കലി ഒരു ആർട്ടിസ്റ്റ് എന്നുള്ളൊരു സംഭവം ആർക്കിടെക്ചറിനെ നല്ലോണം അത് ഹെൽപ്പ് ചെയ്യും. നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കും, അല്ലെങ്കിൽ ഇന്ന് ചെറിയ ചെറിയ കാര്യങ്ങൾ വരെ നമ്മൾക്കിപ്പോൾ മൂവീസിലാണെങ്കിലും വി ടേക്ക് കെയർ ഓഫ് ലിറ്റിൽ തിങ്സ് വി ഡു, കുഞ്ഞു ആക്ഷൻസ് വരെ ബാധിക്കും. അതുമാതിരി തന്നെ നമ്മൾ നല്ലോണം റിഫ്ലക്ട് ചെയ്യും ഈ ആർക്കിടെക്ചറിലാണെങ്കിലും. സത്യം. ഇനി മോള് ചെയ്യാൻ പോകുന്ന പുതിയ ക്യാരക്ടേഴ്സ് ഏതൊക്കെയാ? ഞാൻ എൻ്റെ 2 മൂവീസ് ഇറങ്ങാൻ പോകുന്നുണ്ട്. സൺഡേ ഹോളിഡേ, തൃശ്ശൂർ പേരൂർ ക്ലിപ്തം. അപ്പോൾ ഈ 2 മൂവീസ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ കണ്ടേന്നും ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള 2 ക്യാരക്ടേഴ്സ് ആണ്. 2 അതെന്ത് ക്യാരക്ടറാണ്? പാവാന്നോ അതോ അടിച്ചുപൊളി ക്യാരക്ടറാണോ? അതെന്താന്നോ ഞങ്ങൾക്ക് കൂടുതൽ റെഫറൻസ് ഒന്നും. ഒരെണ്ണത്തിൽ ഒരു ഓട്ടോ ഡ്രൈവർ ആയിട്ടാണ്, അത് എല്ലാവർക്കും അറിയാം. ഓട്ടോ ഓടിക്കാൻ പഠിച്ചു തൃശ്ശൂർ പേരൂർ ക്ലിപ്തത്തില്. അതില് ഭയങ്കര റഫായിട്ട് എനിക്ക് എന്റെ എല്ലാ ഫ്രസ്ട്രേഷനും തീർക്കാൻ പറ്റിയൊരു മൂവിയായിരുന്നു. കുറച്ച് വെച്ചതൊക്കെ അതിനകത്തെടുത്ത് വെച്ചങ്ങ് തീർക്കുക. അങ്ങനെ ഒരു മൂവിയാണ്. സൺഡേ ഹോളിഡേയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നോർമൽ ഒരു പെങ്കൊച്ച്, ഒരു എല്ലാ ഡെയിലി ലൈഫിൽ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പെൺകുട്ടിയാണ്. പക്ഷെ ഒരു രസമായിട്ടുള്ള ഒരു മൂവിയാണ്, ഭയങ്കര ഒരു ഫീൽ ഗുഡ്. ഓക്കേ, മോള് ഇങ്ങനെ അഭിനയിക്കാനൊക്കെ പോകുമ്പോ കൂടെ ആരാ വരിക? എന്റെ അമ്മ വരും, അച്ഛൻ ഇടയ്ക്കിടയ്ക്ക് വരും. അമ്മ വരുമ്പോ എന്നാ പറയും? അമ്മ ഇങ്ങനെ വന്ന് നോക്കുവോ മോള് അഭിനയിക്കുന്നൊക്കെ? ഞാൻ സമ്മതിക്കില്ല, പരിസരത്ത് നിർത്താൻ സമ്മതിക്കില്ല. അമ്മേനെയോ? അമ്മേനെന്നല്ല, എന്റെ വീട്ടുകാരെ ആരും ഞാൻ സമ്മതിക്കില്ല. അയ്യോ, അതെന്നാ പറ്റി? എനിക്ക് എന്നെ അറിയുന്നവര് ഞാൻ വേറൊരു ക്യാരക്ടർ ചെയ്യുന്ന കണ്ടു കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ എന്നെ കളിയാക്കും, അല്ലെങ്കിൽ അതിനെപ്പറ്റി സംസാരിച്ച് എനിക്ക് തന്നെ ഒരു ചമ്മല് വരുത്തും. അതുകൊണ്ട് അതൊക്കെ ഒഴിവാക്കാനാണ് ഞാൻ പരിസരത്ത് ആരെയും നിർത്തരുന്നത്. പിന്നെ ഈ കണ്ണട വെക്കാത്തപ്പോ മിക്കപ്പോഴും എനിക്ക് ആരെയും കാണില്ല. അപ്പോൾ
അങ്ങനെയൊക്കെ ഒന്ന് ആരെങ്കിലും വന്ന് നിൽക്കുകയാണെങ്കിൽ ഞാൻ അറിയത്ത് പോലുമില്ല. അറിയില്ലെങ്കിൽ എനിക്ക് കുഴപ്പമില്ല. എനിക്കിപ്പോ എന്നെ കാണാം, കാണാൻ ലെൻസ് വെച്ചിട്ടുണ്ട്. ഇത്രയും നേരം ഞാൻ വർത്താനം പറഞ്ഞിട്ട് ലാസ്റ്റ് ഞാൻ കണ്ണട വെച്ചിലേക്ക് ഒന്നും കണ്ടിടാ. അല്ല, പൊതുവെ ഞാൻ ഷൂട്ടിന് ലെൻസ് പോലും വെക്കില്ല, ഭയങ്കര ഡിസ്റ്റർബൻസ് ആണ്. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് ഇപ്പൊ ആര് നിന്നാലും ഞാൻ അറിയത്ത് പോലുമില്ല ആരാ വന്നു പോകുന്നു, അത് കുഴപ്പമില്ല. അല്ലാതെ അറിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ കയ്യിൽ നിന്ന് മൊത്തം പോകും. അതുകൊണ്ട് വീട്ടിൽ എന്നെ അറിയുന്നവരെ, ഫ്രണ്ട്സിനെ, വീട്ടുകാരെ ഒന്നും അടുത്ത് നിർത്തിക്കില്ല. തമിഴ് പ്രോജക്ട്സ് തമിഴ് ഞാൻ ഒരെണ്ണം 8 തോട്ടാക്കൽ എന്ന് പറഞ്ഞൊരു മൂവി ചെയ്തു. അത് 2 എണ്ണം ചെയ്തിട്ടുണ്ട്. അതിലൊരെണ്ണം റിലീസായി, 8 തോട്ടാക്കൽ എന്ന് പറഞ്ഞാൽ. അത് ഫുൾ പുതിയ ആൾക്കാരാണ്. പക്ഷെ എന്താ പറയുക, അവിടെ ഒരു എല്ലാ ഗണത്തിൽപ്പെട്ട ആൾക്കാർക്കും ഒരേപോലെ ഇഷ്ടപ്പെട്ടൊരു മൂവിയായിരുന്നു. അത് ആ ഡയറക്ടർ പറഞ്ഞ മാതിരി ഭയങ്കര യങ് ആണ്, എന്നാലും ആള് എന്താ പറയാ, എല്ലാ ഏജ് ഗ്രൂപ്പിൽ പെട്ട ആൾക്കാരുടെയും ഓരോ കാര്യങ്ങളും ശ്രദ്ധിച്ചിട്ടാണ് ആ മൂവി എടുത്തിരിക്കുന്നത്. അത് നമുക്ക് മൂവി കാണുമ്പോൾ മനസ്സിലാവും. ത്രില്ലർ എന്ന് പറഞ്ഞൊരു കാറ്റഗറിയിലാണെങ്കിലും നമുക്ക് ഡെയിലി എന്തൊക്കെ നമ്മുടെ ലൈഫിൽ നടക്കണോ അതിനൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റിയൊരു മൂവി ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിലൊരു ക്യാരക്ടർ ഞാൻ ചെയ്തിട്ടുണ്ട്. ഒരു ജേർണലിസ്റ്റ്. ഭാഷയൊന്നും കുഴപ്പമുണ്ടായില്ല. ഭാഷ ആദ്യത്തെ കുറച്ച് ദിവസം, എനിക്ക് 2 ദിവസം കഴിയുമ്പോ പിന്നെ നമ്മൾ സംസാരിച്ച് എങ്ങനെയെങ്കിലും മനസ്സിലാക്കും അല്ലെ. തമിഴ് പിന്നെ വലിയ പ്രയാസമില്ല, നമ്മുടെ മലയാളമായിട്ട് ബ്യൂട്ടിഫുൾ ലാംഗ്വേജ്. പക്ഷെ ഭയങ്കര രസം, അത് പറയുന്ന കേൾക്കാൻ നല്ല രസാ. ഇനി തമിഴിൽ അങ്ങ് ബിസിയായി മലയാളത്തിലും ഓഫേഴ്സ് വന്നാൽ വിച്ച് വൺ യു വിൽ ചൂസ്? അത് അങ്ങനെയൊന്നുമില്ല, ക്യാരക്ടർ അനുസരിച്ച് ഞാൻ ചൂസ് ചെയ്യും. എനിക്ക് അങ്ങനെ പക്ഷാഭേദമൊന്നുമില്ല. നല്ല ക്യാരക്ടർ, ദാറ്റ് മീൻസ് താൻ നേരത്തെ പറഞ്ഞ പോലെ താൻ രജിസ്റ്റേർഡ് ആവുന്ന ഏതെങ്കിലും ഒരു നല്ല ക്യാരക്ടർ വന്നാൽ ചെയ്യും. അപ്പൊ പിന്നെ ഞാൻ ചോദിക്കട്ടെ, ഹീറോയിൻ ആയിട്ട് തന്നെ വേണം അങ്ങനെ നിർബന്ധമില്ല. എനിക്ക് ഹീറോയിൻ ആയിട്ട് തന്നെ വേണം എന്ന് നിർബന്ധമില്ല. എനിക്ക് എന്റെ ക്യാരക്ടർ ഞാൻ ഈ പറഞ്ഞ മാതിരി ആൾക്കാർക്ക് തോന്നണം, എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട് അതില്, ഷീ ഹാസ് മെയ്ഡ് സംതിങ്, ഒരു ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നണം. അത്രേ ഉള്ളൂ. അല്ലാണ്ട് ഹീറോയിൻ തന്നെ ആവണം എന്ന് എനിക്കൊരു നിർബന്ധം. പഠിത്തം മിക്സ് ആയി പോവില്ലടോ ഇതിന്റെ കൂടെ? അതുകൊണ്ട് കുറച്ച് ബ്രേക്ക് ഇല്ല. അതുകൊണ്ട് ഒരു ബ്രേക്ക് എടുത്തിട്ടാണ് ഞാൻ ആർക്കിടെക്ചർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എന്റെ ടീച്ചേഴ്സ് ആണെങ്കിലും ഈ ഫ്രണ്ട്സ് ആണെങ്കിലും ഒന്നിനും ഒരു ബുദ്ധിമുട്ട് വരുത്തില്ല. എല്ലാവരും ഒരു മോശമായിട്ടാവോ താൻ അഭിനയിച്ച് നടന്നോ പഠിക്കണ്ട എന്നൊന്നും പറയാതെ? ഇല്ല, എനിക്ക് ഫുൾ ടെൻഷനും തന്നിട്ടില്ല ആരും. അതുകൊണ്ട് എന്നെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും, എല്ലാരും നല്ല ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് ഒരു ടെൻഷനൊന്നും ഇല്ല. ഓക്കെ, അപ്പൊ ഇത്രയും ടെൻഷനൊന്നും ഇല്ലാത്തപ്പോ നമുക്കൊരു പാട്ട് പാടാം. അയ്യോ, ഏതെങ്കിലും ഒരു പാട്ട് നമുക്ക് ഇഷ്ടമല്ല, തമിഴോ മലയാളമോ, വാട്ട് എവർ യു ഫീൽ കംഫർട്ട്. നാഥ നീ വരും കാലൊച്ച കേൾക്കുവാൻ കാതോർത്തു ഞാനിരുന്നു. താവകവീഥിയിൽ എൺമിഴിപ്പക്ഷികൾ തൂവൽ വിരിച്ചു നിന്നു. നാഥ നീ വരും കാലൊച്ച കേൾക്കുവാൻ കാതോർത്തു ഞാനിരുന്നു. താവകവീഥിയിൽ എൺമിഴിപ്പക്ഷികൾ തൂവൽ വിരിച്ചു നിന്നു. നാഥ നീ വരും കാലൊച്ച കേൾക്കുവാൻ. അസൽ പഴയ പാട്ട്, ഇതൊക്കെ എവർഗ്രീൻ ഹിറ്റ്സ് ആണ്. ഇതൊന്നും നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. പക്ഷെ ഇപ്പൊ താൻ പാടിയത് നാദാ കാലോച്ച കേൾക്കാന്നാണ്. പക്ഷെ ഉള്ളിന്റെ ഉള്ളിൽ താൻ ഇതാണോ ഉദ്ദേശിച്ചതെന്ന് എനിക്ക് അറിയാൻ മേല. കാരണം എന്റെ മനസ്സിൽ ആ വിളി ഇപ്പോഴും പോയിട്ടില്ല. എന്നാ അലർച്ചയോടുകൂടി ആവാന്ന് എനിക്ക് വെച്ചൊക്കെ അതൊന്നും മറക്കവേ ഇല്ല. നമുക്ക് ഫുഡ് കഴിക്കാം. ഓക്കെ, ഓ അതിന് മറുപടി കുറവില്ല. പക്ഷെ സത്യമായിട്ട് ഞാൻ വിചാരിക്കാറുണ്ട് കേട്ടോ, എന്താ എന്നെ എന്താ ഇപ്പൊ വിളിച്ചില്ലേ? നിങ്ങൾക്ക് ഭയങ്കര ബിസി അല്ലേ, അന്നേരം പിന്നെ എവിടെയാ സമയം കിട്ടൂ? മതി, പതുക്കെ മതി, പതുക്കെ മതി, കഴിച്ചിട്ട് മതി. ഇഷ്ടായി.
എനിക്ക് ആ എക്സ്പ്രഷൻ ഇഷ്ടപ്പെട്ടോ. കല്യാണാലോചനയൊക്കെ വന്ന കൂട്ടാ പറയുന്നത്. ഇത്രയും ക്യാമറയുടെ മുമ്പിൽ കഴിക്കുന്നത് ആദ്യമായിട്ട് ഭയങ്കര ടേസ്റ്റി ആയിരുന്നു. ഞാൻ ആദ്യമായിട്ട് കോണിട്ട് പഞ്ചാബി ചിക്കൻ കറി, അതൊരു quite different. കോൺ ഇട്ടിട്ടല്ലേ? ഐ ഹവൻ ഹാഡ് ഇറ്റ് ഇതുവരെ. ഭയങ്കര ഇഷ്ടമായി. അത് വേറെ റെസ്റ്റോറൻറ്റ്സിലൊന്നും കിട്ടത്തില്ല, നമ്മുടെ ആനീസ് കിച്ചണിനകത്ത് മാത്രമേ കിട്ടത്തുള്ളൂ. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അമ്മ എങ്ങനത്തെ ഫുഡൊക്കെ ഉണ്ടാക്കുന്നത്? അമ്മ ഈ പറഞ്ഞ മാതിരി എന്റെ കൂടെ വരുന്നോണ്ട് വല്ലപ്പോഴും ഉണ്ടാക്കാറുള്ളൂ. ഉണ്ടാക്കുമ്പോ നല്ല ടേസ്റ്റ് ആയിട്ട് ഉണ്ടാക്കും. നാടൻ ഭക്ഷണം ഉണ്ടാക്കുന്ന അമ്മ നല്ല വെജൊക്കെ നന്നായിട്ട് ഉണ്ടാക്കും. എനിക്ക് പൊതുവെ വെജിറ്റേറിയൻ പുറത്തുനിന്ന് കഴിക്കാൻ വലിയ താല്പര്യമില്ലാത്ത ആളാ. എങ്ങനെ പോയാലും നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവില്ല. ഇതൊക്കെ ആവുമ്പോ പിന്നെ എങ്ങനെയെങ്കിലും ഒരു മസാലയൊക്കെ ചേർത്തിട്ട് കഴിക്കാൻ പറ്റും. പക്ഷെ വെജ് പറ്റില്ല. വെജൊക്കെ അമ്മ നന്നായിട്ട് ഉണ്ടാക്കും. അമ്മയുടെ സ്പെഷ്യൽ ആണ് വെജിറ്റേറിയൻ. വെജിറ്റേറിയനിൽ അമ്മ നല്ല ദാൽ കറി ഉണ്ടാക്കും. പിന്നെ അതുപോലെ ഉപ്പേരികളും മെഴുക്കുവരട്ടി ഒക്കെ നന്നായിട്ട് ഉണ്ടാക്കും. എനിക്ക് മെഴുക്കുവരട്ടി ഭയങ്കര ഇഷ്ടമുള്ള ഒരു. ഓ ശരി. അപ്പൊ ചോറിനൂടെ വേറെ ഒന്നും വേണ്ട? ചോറിൻ്റെ കൂടെ ഞാൻ തൈരിന്റെ ആളാണ്. അപ്പൊ തൈരും ചോറും എന്തെങ്കിലും ഒരു സൈഡിൽ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഹാപ്പി. വേറെ ഒന്നും വേണ്ട, നിർബന്ധമല്ല. ഫുഡി ഒന്നുമല്ല. ഫുഡി ആണ്. എനിക്ക് കിട്ടുന്ന വല്ല സ്ഥലം കണ്ടു കഴിഞ്ഞാൽ ഞാൻ ആരെയും വെറുതെ വിടൂല. മോളെ, ഇപ്പൊ നമുക്ക് ഭക്ഷണം ഞാൻ തന്നു, നമ്മൾ ഒത്തിരി വർത്താനം പറഞ്ഞു. ഇനി ഞാൻ കുഞ്ഞു കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കട്ടെ. അതിനകത്ത് ഇതൊരു എന്നാ ഒരു ഗെയിം പോലെയുള്ളൂ. അതിന് പെട്ടെന്ന് ഉത്തരം പറയാം. നോ തിങ്കിങ്, നത്തിങ് ലൈക്ക് ദാറ്റ്. പെട്ടെന്ന് ഉത്തരം പറയണേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇസ്, ഇപ്പം നമ്മുടെ പഴയ സിനിമ അപേക്ഷിച്ച് നോക്കുവാണെങ്കിൽ ഇപ്പം നമ്മുടെ പുതിയ സിനിമയിൽ കാണാൻ പറ്റാത്ത ഒരു വിഭാഗമുണ്ട്. അതേതാ? കാണാൻ പറ്റാത്തൊരു വിഭാഗം? അമ്മ ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ ഞാൻ പെട്ടുപോകുമല്ലോ. ഇപ്പം നമ്മുടെ ന്യൂ ജനറേഷൻ ഫിലിമിൽ കാണാൻ പറ്റാത്തതും എന്നാൽ നമ്മുടെ പഴയ ഫിലിംസിലുണ്ടായിരുന്നു. ആൾക്കാരാണോ? ഉത്തരമില്ല. അപ്പം മാർക്ക് പോയി, 1 മാർക്ക് പോയേ. ഇനി കൊച്ചൊക്കെ വെളുത്തു. ലാസ്റ്റ് ഉത്തരം പറഞ്ഞുതരാം. ഇനി ഒരു കാര്യം ചോദിക്കാം. ഞാൻ താനിപ്പോ ഒരുപാട് ഫോൺ ഉപയോഗിക്കുന്നവരെ പാട്ട് കേൾക്കുമ്പോഴും അല്ലെങ്കിൽ വാട്സാപ്പിൽ കൂടെ എല്ലാം വിളിക്കും, സംസാരിക്കും, അതെല്ലാം ചെയ്യാറുണ്ടല്ലോ. പെട്ടെന്ന് തന്റെ ഫോണിലേക്ക് ഷാറൂഖ് ഖാൻ വിളിക്കുകയാണ്. എന്റെ പടത്തിൽ അഭിനയിക്കണം എന്ന് പറഞ്ഞിട്ട് തന്നെ വിളിക്കുകയാണ്. ഒരു പടത്തിലുണ്ട് എന്ന് പറഞ്ഞ് തന്നെ വിളിക്കുകയാണ്. ഓക്കെ, തന്റെ എക്സ്പ്രഷൻ എന്തായിരിക്കും? തല ഇറങ്ങിയല്ലേ? ക്വസ്റ്റ്യൻ തീർന്നില്ല മക്കളെ. ദിസ് വാസ് യുവർ ഫസ്റ്റ് എക്സ്പ്രഷൻ. എന്റെ ക്വസ്റ്റ്യൻ തീർന്നില്ല. ഇനി ആ വേഷത്തെ കുറിച്ച് പറയട്ടെ. അപ്പൊ അദ്ദേഹം പറയണ ചെയ്യാൻ പോകുന്ന ക്യാരക്ടർ എന്റെ ഒരു ഗ്രാൻഡ് മദറിന്റെ വേഷാന്ന് പറഞ്ഞ എന്നെ എടുക്കും. അതിനെന്താ, ഷാരൂഖ് ഖാന്റെ ഗ്രാൻഡ് മദർ അല്ലേ? അതാണ് പറഞ്ഞത്. ഷാറൂഖ് ഖാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും ആ ക്യാരക്ടർ ഒരു പ്രശ്നമല്ല. ഇന്ത്യൻ സിനിമയിൽ തന്നെ ഒരു ഓളുണ്ടാക്കി നോ പറയാ അല്ലേ? ഓക്കെ. പിന്നെ ഒരു കാര്യം, നമ്മുടെ കൂടെ ഇപ്പൊ നമ്മൾ ഒരുപാട് പ്രാർത്ഥിക്കുന്ന ഒക്കെ ആൾക്കാരാ. അപ്പൊ പെട്ടെന്ന് നമ്മളെ എല്ലാരും ഓരോ ആഗ്രഹങ്ങൾ മനസ്സിൽ വെച്ചിട്ടുണ്ടാവും. അപ്പൊ പെട്ടെന്ന് താൻ നമ്മുടെ മുമ്പില് പെട്ടെന്ന് ദൈവം തമ്പുരാൻ വരുവാണ്, ഒരു ഉച്ച സമയത്ത് ദൈവം തമ്പുരാൻ വരുവാന്ന് വിചാരിച്ചോ. അപ്പൊ താൻ പെട്ടെന്ന് ദൈവത്തോട് ചോദിക്കുന്ന ഒരു വരം എന്തായിരിക്കും? ഭക്ഷണം ദൈവത്തോടും അതെന്നെ ചോദിക്കത്തോണ്ട് ആഗ്രഹങ്ങളൊന്നുമില്ല. ഓക്കെ, ഞാൻ നേരത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചില്ലേ, ഇപ്പോഴത്തെ ജനറേഷനിൽ നമ്മുടെ സിനിമയിൽ ഇല്ലാത്തതും എന്നാൽ പഴയ ജനറേഷൻ ഉണ്ടായിരുന്നു എന്നാന്നറിയോ? ശരിക്കും നമ്മുടെ ഒരു കാർന്നോരായിട്ട് ശങ്കരാടി ചേട്ടന് ഒടുവിൽ ആൾക്കാരെന്നും ആൾക്കാർ ഇപ്പത്തെ സിനിമയിലും ഉണ്ട്, പഴയ സിനിമയിലും ഉണ്ട്. ഞാൻ ഉദ്ദേശിച്ചത് വെളിയിൽ വന്നില്ല, അതാണ് പ്രശ്നം. സോറി, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് പാളിച്ചു. എന്തായാലും ഒരു മാർക്ക് പോയില്ലേ? അപ്പൊ ഒരു തമിഴ് പാട്ട് പാടിക്കോ അതിന്റെ കോമ്പൻസേഷൻ ആയിട്ട്. തമിഴ് പാട്ടിൽ ആദ്യം ഞാൻ എപ്പോഴും വരും എനിക്ക് മുൻപേവാണ് വായൽ. എന്നാ ഞാൻ തന്നെ പാടാം. മുൻപേവായി നൻപേവാ ഊനേവാ ഉയരേവാ മുൻപേവായി അൻപേവാ പൂപ്പൂവായി പൂപ്പൂവായി നാനാ கேட்டேன் என்னை நானே நானியா நெஞ்சம் சொன்னதே முன்பே வா
എനിക്ക് എന്റെ ഫേവറേറ്റ് പാട്ടില് ഏറ്റവും ബെസ്റ്റ് പാട്ട് കേട്ടോ. മോള് സെലിബ്രേറ്റ് ചെയ്യാനതിന് ശേഷം മോള് ഏതെങ്കിലും സ്റ്റേജ് ഷോസ് ചെയ്തിട്ടുണ്ടോ? ചെയ്യാറുണ്ട്. പാട്ട് പാടാറൊക്കെ? പാട്ടും പാടാറുണ്ട്, ഡാൻസും കളിക്കാറുണ്ട്. ഓ അത് ശരി. അപ്പം ഷോ ആയിട്ട് എവിടെയൊക്കെ പോയിട്ടുണ്ട് മോള്? ഇല്ല, ഞാൻ ഇനി പോവാൻ പോകുന്നേ ഉള്ളൂ. എനിക്ക് 2 ട്രിപ്പും UK US പോവാൻ പോകുന്നു. ഫസ്റ്റ് സ്റ്റേജ് ഫസ്റ്റ് ഞാൻ മലേഷ്യയിൽ ചെയ്തിട്ടുണ്ട്. അവിടുത്തെ ഒരു അമ്മ എന്ന് പറഞ്ഞ ഒരു ഓർഗനൈസേഷന് വേണ്ടിയിട്ട് ഞാൻ പാടി. ഈ നാഥ നീ വരുവാണ് ഞാനെന്ന് പാടി. അതായിരുന്നു എന്റെ ഫസ്റ്റ് അബ്രോഡ്. സ്റ്റേജ് ഫ്രൈറ്റ്സ് ഉണ്ടായിട്ടുണ്ടല്ലേ? ഇല്ല, അത് ഞാൻ ഈ പറഞ്ഞ മാതിരി കുറെ ഇങ്ങനെ കലോത്സവങ്ങൾക്കൊക്കെ പോയിട്ട്, നമുക്ക് കലോത്സവം അറിയാലോ, ഒത്തിരി പേര് മുമ്പിലുണ്ടാവുന്നുണ്ട്. സ്റ്റേജ് ഫ്രൈറ്റ് ഇല്ല മോക്ക്? ഇല്ല, അത് അധികം ഇല്ല. പക്ഷെ എന്നാലും പാടുക എന്ന് പറയുമ്പോൾ ഒരു ടെൻഷനാണ്. ലൈവ് പാടുക, എനിക്ക് എന്റെ അച്ഛനും അമ്മയും സിംഗേഴ്സ് ആയതുകൊണ്ട് തന്നെ എനിക്ക് അവരുടെ ആ ഒരു ഇത് താഴ്ത്തരുത് ഒരിക്കലും. അത് അവർക്ക് നിർബന്ധമുള്ള ഒരു കാര്യമാണ്. ലൈവ് പാടുമ്പോ അത് എങ്ങനെയെങ്കിലും മാക്സിമം നന്നാക്കി പാടുക, എന്നെ ലൈവ് മാത്രം പാടുക. ഇത് രണ്ടും പറഞ്ഞിരിക്കണ കാര്യമാണ്. അപ്പൊ എനിക്ക് ആ ഒരു ടെൻഷൻ എപ്പോഴും ഉള്ളതുകൊണ്ട് മാത്രം പാട്ട് പാടുമ്പോ ഫാസ്റ്റ് നമ്പേഴ്സ് കുറവാണ് ഞാൻ പാടാറില്ല. എനിക്ക് കുറച്ചും. അപ്പൊ ഈ ഫാസ്റ്റ് നമ്പേഴ്സ് പാടുമ്പോ അതിന്റെ കൂടെ തന്നെ സ്റ്റേജിൽ ഡാൻസ് ചെയ്യണം അങ്ങനെയൊക്കെ ഇല്ലേ? അതൊക്കെ ചെയ്യോ? ഡാൻസ് ജസ്റ്റ് ഒന്നും ഇങ്ങനെ ആവുന്നല്ലാണ്ട് എനിക്ക് ആ ഒരു കാര്യം മാത്രം ഇതുവരെ ഞാൻ ചെയ്യാത്തൊരു കാര്യം എനിക്ക് അറിയില്ല. അത് നന്നായി ചെയ്യുന്നവരുള്ളതുകൊണ്ട് ഞാൻ അതിലേക്ക് കൈ അധികം കടത്താറില്ല. ശ്രമിച്ചു നോക്കണം കേട്ടോ. ശ്രമിച്ചു നോക്കണം. പാടുമ്പോ അച്ഛനും അമ്മയും ഫ്രണ്ടിലിരുന്ന വല്ല കുഴപ്പമുണ്ടോ? പാടുമ്പോ കുഴപ്പമില്ല. അച്ഛനെയാണ് എനിക്ക് പാട്ടിൽ പേടിയുള്ളൂ. പിന്നെ അച്ഛൻ പക്ക ഹീസ് കംപ്ലീറ്റ്ലി ഇൻ ടു മ്യൂസിക്. അപ്പൊ അച്ഛനെല്ലാം കറക്റ്റ് ആയിരിക്കണം. അതുകൊണ്ട് എനിക്ക് അച്ഛന് മുമ്പിലിരുന്ന ഒരു ടെൻഷനൊക്കെ ഉണ്ടെങ്കിലും കുഴപ്പമില്ല. എന്തൊക്കെ പറഞ്ഞാലും നന്നായിട്ടുണ്ടെന്നൊക്കെ പറയാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷെ അതെനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ നമുക്ക് നന്നാവാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതാണ്. എന്നാൽ അച്ഛൻ അങ്ങനെ പറയില്ല, എന്നാലും ശരിയല്ലോ ഞാൻ നന്നായി പാടണം. അച്ഛൻ ഒരിക്കലും പറഞ്ഞൂടെ നന്നായിട്ടുണ്ട്. പക്ഷെ മോളോട് പറയത്തുണ്ടാവില്ല. പക്ഷെ അച്ഛൻ തേർഡ് പേഴ്സൺസിന്റെ അടുത്തൊക്കെ അച്ഛൻ പറയുന്നുണ്ടാവുമായിരിക്കും. പക്ഷെ ആരും ഇതുവരെ മുമ്പേ വന്നിട്ടില്ല. എന്തായാലും മോളെ താങ്ക് യു വെരി മച്ച്.